പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചർച്ച ചെയ്യുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. അല്പം മുമ്പ് കേട്ടത് കൈകൊടുക്കാൻ വിസമ്മതം കാണിച്ച പാലക്കാട്ടെ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഷാഫി പറമ്പിലിന്റെ സമീപന പ്രശ്നവുമാണ്. അതിനെതിരെ എല്ലാവർക്കും കൈകൊടുക്കാൻ ഹസ്തദാന ക്യാമ്പയിനുമായി ഇപ്പോൾ CPM രംഗത്ത് വന്നിരിക്കുന്നു. രണ്ടാമത്തത് BJP ആണ്. ഇത്തവണ വിജയിക്കും എന്നുറപ്പിച്ചാണ് ആ പാർട്ടിയും അണികളും മത്സര രംഗത്തുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ മുന്നേറ്റം ആവർത്തിക്കാൻ കഴിയുമോ പഴയ പുതിയ സ്ഥാനാർത്ഥിയെ വെച്ചെന്ന ചോദ്യം ഇപ്പോൾ തന്നെ അവരുടെ മുമ്പിലുണ്ട്. അതുകൂടാതെ വലിയ ആഭ്യന്തര കലഹങ്ങളുടെ ശബ്ദം അതിൽ നിന്ന് കേൾക്കുന്നു. BJPയുടെ നേതൃത്വത്തിന്റെ വിശ്വാസത ഇടിക്കാൻ തക്കവണ്ണം ശേഷിയുള്ള ഒന്നാണ് പുറത്തു വന്നിരിക്കുന്ന കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ. അതിൽ ഒരു ഭാഗത്ത് BJPയിലെ പ്രധാന നേതാക്കൾ തന്നെ നിൽക്കുന്നു എന്ന ആരോപണം ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവർ. പാലക്കാട്ടെ യുവ നേതാക്കളിൽ ഒരാളായ സന്ദീപ് വാര്യർ സൃഷ്ടിക്കുന്ന കോലാഹലങ്ങൾ, ആഭ്യന്തര ശൈഥില്യങ്ങൾ വേറെയും. സത്യത്തിൽ ഈ പൊട്ടിത്തെറികളെ ആരായിരിക്കും നേട്ടമാക്കി എടുക്കാൻ പോവുക? 2011 മുതൽ ഇങ്ങോട്ട് സമ്പൂർണമായ തിരിച്ചടികളുടെ ചരിത്രം പേറുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുതിയ സാഹചര്യം ഗുണം ചെയ്യുമോ? ഇരുമുന്നണികളിലെയും പ്രധാന എതിരാളികളായ ഇരുമുന്നണികളിലെയും ആഭ്യന്തര തർക്കങ്ങൾ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുന്നതാണോ? ഷാഫി പറമ്പിലും ഒപ്പം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടവും ഇത്തവണ വിജയിക്കാം എന്ന ആത്മവിശ്വാസത്തിന് ഭംഗം വന്നവരായിട്ടാണോ നാം ഇപ്പോൾ കാണുന്നത്? സരിന് തുടക്കത്തിലുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥിതി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 25% പരിസരത്തെത്തി നിന്ന വോട്ട് വിഹിതത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം അദ്ദേഹം ഇപ്പോഴും ദുർബലനാണോ? പല ചോദ്യങ്ങളുടെ ആ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് ശ്രീജിൽ മാക്കുറ്റി, കോൺഗ്രസ് നേതാവ്, ശ്രീ മിഥുൻ, റൈറ്റ് വിംഗ് നിരീക്ഷകൻ, ഒപ്പം നമ്മോടൊപ്പം ഉള്ളത് ശ്രീ PM ആർഷോ, CPIM പ്രതിനിധി, SFI സംസ്ഥാന സെക്രട്ടറി എന്നിവരാണ്. ആദ്യം ശ്രീ റിജിൽ മാക്കുറ്റി, തുടക്കത്തിൽ നിങ്ങളുടെ സിറ്റിംഗ് മണ്ഡലത്തിൽ നിങ്ങൾ വലിയ ആവേശത്തോടെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. അതിൻ്റെ മുന്നിൽ നിൽക്കാൻ ഷാഫി പറമ്പിലിനെ പോലെ ജനസ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവ് തന്നെ അതിൻ്റെ മുഖ്യ കർമ്മിയായിട്ട് മുന്നിൽ നിൽക്കുന്നു. ഇടതുപക്ഷത്തിന് ഇവിടെ ഒരു സ്പേസും ഇല്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷമാണ് നിങ്ങളുടെ പാർട്ടിക്കകത്ത്, നിങ്ങളുടെ മുന്നണിക്കകത്തെ പൊട്ടിത്തെറിയുടെ ശബ്ദങ്ങൾ കേൾക്കുന്നത്, അവ തുറന്ന് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ മെയിൻ ഓപ്പണൻ്റ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന BJPക്കകത്തും വലിയ അസ്വാരസ്യങ്ങളുടെ പുകമറ കാണുകയാണ്. എന്നു മാത്രവുമല്ല, സരിൻ നിരന്തരമായി വാർത്തകൾ ഇടം പിടിക്കുകയും അതിന് നിങ്ങൾക്ക് മറുപടി പറയേണ്ടിയും ചെയ്യേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു മത്സര ചിത്രം ഇപ്പോൾ പാലക്കാട്ട് രൂപപ്പെട്ടു വന്നു എന്ന് സമ്മതിക്കുമോ റിജിൽ? ശ്രീ നിഷാദെ, പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. ഓരോ ദിവസവും ഞങ്ങളുടെ ഭൂരിപക്ഷത്തിന്റെ വർധനവിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പറയുന്ന വിവാദങ്ങളൊക്കെ തന്നെ അത് സ്ഥാനാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ഈ മീഡിയയിലൊക്കെ വരുന്നതിന് വേണ്ടി കാണിക്കുന്ന ഗിമ്മിക്കളപ്പുറത്ത് യഥാർത്ഥത്തിലെ പാലക്കാട് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇവിടുത്തെ BJPക്കെതിരായും ഇവിടുത്തെ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിനകത്തുണ്ടാകും. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി കാലുമാറി അപ്പുറം പോയപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പാലക്കാട് ജനങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും കൊണ്ടുപിടിച്ച പ്രചരണം നടത്തിയാലും അതിനൊക്കെ അതിജീവിച്ചത് പാർട്ടിയാണ് UDF, കോൺഗ്രസും UDFും. തർക്കമില്ലാത്ത കാര്യമല്ലല്ലോ. കഴിഞ്ഞ തവണ നിങ്ങൾക്കറിയാലോ, ശ്രീ ഷാഫി പറമ്പിലിനെതിരായി മത്സരിച്ചത് ആരാണ്? മെട്രോമൺ ശ്രീധരനാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ കളത്തിലിറക്കിക്കൊണ്ട് എല്ലാ അവനാഴിയിൽ അവസാനത്തെ അമ്പും അവിടെ പ്രയോഗിച്ചിട്ട് പോലും ഷാഫി പറമ്പിൽ ജയിച്ച മണ്ണാണ് പാലക്കാടിന്റെ മണ്ണ്. പാലക്കാട് മതനിരപേക്ഷയുടെ മണ്ണാണ്. ഈ മണ്ണിനകത്ത് ഒരു BJPക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, BJP ഓരോ ദിവസം കഴിയും തോറും അഴിമതിക്കാരുടെയും കൊള്ളക്കാരുടെയും കള്ളപ്പണക്കാരുടെയും രാജ്യസ്നേഹത്തിന് വേണ്ടി കള്ളപ്പണം കടത്തുന്ന കൊള്ള സംഘത്തിന്റെ തലവനായി അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ മാറിയിരിക്കുന്നു. മാത്രമല്ല, അതിനകത്ത് പ്രധാനപ്പെട്ട വക്താവായിട്ടുള്ള BJPക്കാരനെന്ന് ഇപ്പം പറയുന്ന സന്ദീപ് വാര്യർ പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചിട്ട് പോലും BJPയുടെ സ്ഥാനാർത്ഥി അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹം മൂത്ത സമുദായം ആയതുകൊണ്ടാണ് എന്റെ അമ്മയെയും എന്നെയും ബഹിഷ്കരിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഏത് രൂപത്തിലാണ് BJPക്കെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള ആരോപണല്ലേ? അപ്പോ
സമുദായവും ജാതിയും മതവും നോക്കി പിന്നെ ആളുകളുടെ അമ്മ മരിച്ചാൽ പോലും പോകാത്തവരാണ് സ്ഥാനാർത്ഥി. ഞങ്ങളാരും പറഞ്ഞതല്ല, ഇന്നും BJP കാരനാണെന്ന് പറയുന്ന സന്ദീപ് വാര്യർ ഈ നാട്ടിലെ ജനങ്ങളോട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വിളിച്ചു പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് പോലും BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായ ആൾ രാജിവെക്കുന്നു, BMSന്റെ ആളുകൾ രാജിവെക്കുന്നു. ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ രൂപത്തിൽ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥിയെ കുറിച്ച് തന്നെ ഇപ്പം പറയുന്ന സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ, കൊള്ളക്കാരനായ, അതോടൊപ്പം തന്നെ കള്ളപ്പണത്തിന്റെ ഏജന്റായ ഒരാളാണ് BJP നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങളാരും പറഞ്ഞ കാര്യമൊന്നുമല്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ പണവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണമാണ്. ആ കള്ളപ്പണം കൊണ്ടുവന്നിട്ടുള്ള ധർമ്മരാജൻ എന്ന് പറയുന്ന ഈ പറയുന്ന സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത അനുയായി. അയാളാണ് ഇവരുടെ ഈ കള്ളപ്പണം റോബറി അല്ലെങ്കിൽ അത് പിന്നെ തട്ടിയെടുത്തപ്പോ റോബറി നടന്നപ്പോൾ വിളിച്ചത് സുരേന്ദ്രനെയും. അതോടെ സുരേന്ദ്രൻ അങ്ങനെ BJPക്കകത്ത് ഉണ്ടായിരിക്കുന്ന പുതിയ ചില ഡെവലപ്മെന്റ്സ് നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യവും ഇപ്പൊ BJPക്ക് അനുകൂലമായി അവിടെ ഇല്ല എന്ന് കൂടിയാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അല്ല റിജിൽ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നിരന്തരമായി അവഗണിക്കാൻ ശ്രമിക്കുന്നത് മത്സരിക്കുന്നത് ഞങ്ങൾ BJPയുമായിട്ടാണ്, ഞങ്ങൾക്ക് LDFുമായിട്ട് ഒരു മത്സരവും ഇല്ല എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ തുടക്കം മുതൽ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സരിൻ വന്ന് കൈ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ല ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ അതുവഴി പോയ ഒരാൾക്ക് കൈ കൊടുക്കാൻ പറ്റുമെന്നാണ്. അങ്ങനല്ല, തൊട്ടടുത്ത് വന്ന് നിരന്തരമായിട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ കൈ കൊടുക്കാതിരിക്കുന്നത് നിങ്ങളുടെ കെറിവ് കൊണ്ടൊന്നുമല്ല, മറിച്ച് അയാൾക്ക് കൈ കൊടുത്ത് അങ്ങനെ ഒരാളുമായി മത്സരിക്കുന്നുണ്ട് എന്ന് ജനം വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് അയാളെ അവഗണിക്കുക എന്നാണ് നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു സമീപനം. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ആവർത്തിച്ചതിന് മറുപടി പറയേണ്ടി വരുന്നു. കൈ കൊടുക്കുന്നതായിരുന്നു നല്ലത് എന്ന് ശശി തരൂരിനെ പോലുള്ള ആളുകൾ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം വരുന്നു. അതിനെ സാധ്യതയാക്കി LDF അവിടെ ഒരു മറു ക്യാമ്പയിൻ തുടങ്ങുന്നു, ഹസ്തദാന ക്യാമ്പയിൻ. സത്യത്തിൽ നിങ്ങൾ അവഗണിക്കാൻ ശ്രമിക്കും തോറും LDFന്റെ സ്ഥാനാർത്ഥി അവിടെ കൂടുതൽ വിസിബിൾ ആവുകയല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. BJPയുടെ ആഭ്യന്തര പ്രശ്നത്തിലേക്ക് നമുക്ക് വരാം. ശ്രീ നിഷാദെ, പാലക്കാട് ജനത കർഷകരുടെ നാടാണ്, സാധാരണക്കാരുടെ നാടാണ്. പെൻഷൻ കിട്ടാതെ വിലക്കയച്ചുകൊണ്ട് നാട് പൊറുതിമുട്ടുമ്പോൾ അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാ തരത്തിലും. ഒരു സെക്കൻഡ് റിജിൽ, ഞാൻ താങ്കൾ പറയുന്നത് എനിക്ക് ക്ലിയർ ആയി കേൾക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു ഓഡിയോ പ്രശ്നം. ഞാൻ ഇതേ ചോദ്യമായിട്ട് ഒന്നുകൂടെ വരാം, ഒന്ന് പരിഹരിച്ചോട്ടെ. മിഥുൻ വിജയകുമാർ നമ്മോടൊപ്പം ഉണ്ട്. മിഥുൻ, ഈ BJPയെ സംബന്ധിച്ച് അവർക്ക് വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ബൈപ്പോളാണ് ഇപ്പോൾ പാലക്കാട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, BJPക്ക് അതിൻ്റെ കോർ വോട്ട് ബാങ്കിന് പുറത്തേക്കും അതിൻ്റെ ഒരു സ്വീകാര്യതയെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് പാലക്കാട് വിജയിക്കാൻ കഴിയുക. അതിന് കഴിഞ്ഞ തവണ കഴിയുമായിരുന്നു, കാരണം അതിന് പറ്റിയ ഒരു കാൻഡിഡേറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഇത്തവണ ഒരു എന്താ പറയുക, പക്കാ പൊളിറ്റീഷ്യനാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഈ പുറത്തേക്ക് വോട്ടുകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടത് എന്താണ്? BJPയെ കുറിച്ച് ഒരു മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന മനുഷ്യർക്ക്, അപ്പർ ക്ലാസ്സിൽ നിൽക്കുന്ന മനുഷ്യർക്ക് അവർക്കൊക്കെ ഒരു കൊള്ളാവുന്ന പാർട്ടിയാണ്, ജെനുവിൻ ടീമാണ്, അഴിമതി വിരുദ്ധരാണ്, വികസന മനോഭാവമുള്ളവരാണെന്നൊക്കെ തോന്നലാണ് പ്രധാനം. അത് ഈ ശ്രീധരനെ കുറിച്ചുണ്ടായിരുന്നു. ഇത്തവണ നോക്കൂ, അത് ഉണ്ടാക്കാനുള്ളൊരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കെ BJPയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആഭ്യന്തരമായ പ്രശ്നങ്ങളുടെ ഒരു വലിയ കെട്ടഴിഞ്ഞു വീഴുകയാണ്. സുരേന്ദ്രനാഥിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് വേറെന്തൊക്കെയോ ചില നിക്ഷിപ്ത താല്പര്യങ്ങളാണെന്ന് പറയുന്നു. സന്ദീപ് വാര്യരെ പോലെയുള്ള അവിടുത്തെ ഒരു യുവ നേതാവ് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് BJPയിൽ തന്നെ ഉണ്ടായിരുന്ന ഇൻസൈഡേഴ്സിൻ്റെ വെളിപ്പെടുത്തലുകൾ വരുന്നു. അതേ ചൊല്ലിയുള്ള കോലാഹലങ്ങൾ നടക്കുന്നു. മൊത്തത്തിൽ അതിനെക്കുറിച്ചുള്ള മതിപ്പ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഇല്ലാതാവുമല്ലോ. അങ്ങനെ വന്നാൽ പിന്നെ പാലക്കാട്ടെ ഒരു സാധ്യത എന്തായിരിക്കും? മിഥുൻ, എന്താണ് മിഥുന് തോന്നുന്നത്? അല്ല നിഷാദ്, ഈ ഒരു ഇലക്ഷനിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, പാലക്കാട്ടെ ജനങ്ങളുടെ വിഷയങ്ങളല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ BJPക്കുള്ളിലെ ഇഷ്യൂസ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഉള്ളിലെ ഇഷ്യൂസ്, CPMനകത്തെ ഇഷ്യൂസ്, ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആരെങ്ങോട്ട് ചാടാൻ സാധ്യതയുണ്ട്, ആരെങ്ങോട്ട് മാറിക്കഴിഞ്ഞു, ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് ഇത് ഒരു മീഡിയ ഗെയിമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ അവർക്കുണ്ട്. ഇവിടെ പാലക്കാട്ടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, റോഡ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, മെഡിക്കൽ കോളേജിലെ ഇഷ്യൂസ്, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടെ സന്ദീപ് വാര്യർ പാർട്ടി മാറാൻ സാധ്യതയുണ്ടോ, അല്ലെ സരിൻ അങ്ങോട്ട് പോയാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, ഇതൊക്കെയാണോ പാലക്കാട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം? ഇനി താങ്കൾ പറഞ്ഞ പോലെ ഇനി BJPക്ക് അകത്തെ ഇഷ്യൂസ്, ഇപ്പം കൊടകര വിഷയം ഓരോ സമയത്തും BJP ഇലക്ഷനിൽ മത്സരിക്കുന്ന, BJPക്ക് സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉയർത്തി കാണിക്കുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. കാരണം അതിനിപ്പം എന്താ പറയാ, അതിന് പ്രസക്തി കുറഞ്ഞു വരികയാണ്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സമയത്ത് എന്താ പറയുക, പ്രധാനമന്ത്രിക്ക് ഈ ജേക്കബ് തോമസ് കത്തെഴുതുന്നു, അല്ലെങ്കിൽ ആ CV ആനന്ദ് ബോസിന്റെ കത്ത് പോകുന്നു, സുരേന്ദ്രൻ ഇതാ പദവി തെറിച്ചു കഴിഞ്ഞു, സുരേന്ദ്രൻ ഇനി പാർട്ടി അധ്യക്ഷനായി ഉണ്ടാകില്ല എന്ന വാർത്തകളൊക്കെ ഓരോ സമയത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു പുതിയ കഥയൊന്നുമല്ല. ഈ കൊടകര എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയമാണ്. ഇനി കൊടകര വിഷയത്തിന്റെ സ്പെസിഫിക്സിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നിഷാദ്,
അതിൽ കേരള പോലീസ് ആകെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ധർമ്മരാജന്റെയും ഇതുപോലുള്ള കുറച്ച് എന്താ പറയുക ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വിറ്റ്നസ് പോലും ഇല്ലാത്ത റിപ്പോർട്ടാണ്. അപ്പം അവിടെ ഈയുടെ അന്വേഷണം ഇനി ബാക്കിയുണ്ട്. അപ്പം ഈ ഒരു വിഷയം അല്ല, ഞാൻ ചോദിക്കുന്നത് മിഥുൻ നോക്കൂ, ഈ കൊടകര കള്ളപ്പണ കേസ് എന്ന് ഇലക്ഷനെ നമുക്ക് പറയുന്നത് സ്വാധീനിക്കാൻ കേവലമായ ഒരു രാഷ്ട്രീയ ആരോപണമല്ല. അതൊരു കേസാണ്. ആ കേസിനകത്ത് ആ നടന്നിട്ടുണ്ടോ? കേസ് അത് വസ്തുതയാണ്. ഒരാള് പോലും- അതിന്മേലൊരു പരാതിയുണ്ട്. ആ പരാതിന്മേൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞതാണ്. 1,50,00,000 രൂപയോ മറ്റോ കണ്ടെടുത്തതാണ്. ഇനിയും പണമുണ്ട് എന്നുള്ള ആരോപണം. ആളുകൾക്ക് അതിന്മേൽ വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള ചില ഗ്രൗണ്ട്സ് ഉണ്ടല്ലോ. സാധാരണ ഒരു പുകമറ ആരോപണമല്ല അതിപ്പോ ഫ്ലോട്ട് ചെയ്ത് വരുന്നത് ഈ പറയുന്ന നോൺ BJP ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ BJP സിംപതൈസേഴ്സിന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ കൺഫ്യൂസ് ചെയ്യിക്കുമ്പോൾ ഈ പാർട്ടി ഇവന്മാർക്ക് വലിയ പ്ലാനൊന്നും ഇല്ല നന്നാവാൻ എന്ന നിലയ്ക്കുള്ള ഒരു അവിശ്വാസം ഉണ്ടാക്കുക, ഒരു മതിപ്പുറം ഉണ്ടാക്കുക. ഇപ്പൊ ഏറ്റവും അവസാനം നോക്കൂ, ഈ ലീഡർഷിപ്പ് മൊത്തം കുഴപ്പമാണ്, ക്വാളിറ്റി ഇല്ല എന്ന് പറയാണ് ഈ പാലക്കാട്ടിൽ നിന്ന് വളർന്നു വരുന്ന ഒരു നേതാവായിട്ടുള്ള ശ്രീ സന്ദീപ് വാര്യർ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, BJPക്ക് ശരിയാണ്, BJPയുടെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളുകൾ, പുതുതായി അതിലേക്ക് വരുന്ന ആളുകളൊക്കെ വോട്ട് ചെയ്യാം. നോൺ BJP ആയിട്ടുള്ള, പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത, BJP കൊള്ളാമെന്നൊക്കെ തോന്നുന്ന, അഴിമതി വിരുദ്ധത എന്നൊക്കെ പറയുന്ന അതിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പിന്നോട്ട് വലിക്കില്ലെന്ന് ചോദിക്കാൻ മിഥുൻ ഞാൻ ഈ വിവാദങ്ങൾ. ഇല്ല, അത് തന്നെയാ എനിക്ക് തോന്നുന്നു. നിഷാദിന്റെ സ്റ്റേറ്റ്മെന്റിൽ അത് പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇതിൽ ഇന്റൻഷൻ വളരെ ക്ലിയർ ആണ്. കാരണം ഒരു കാര്യം ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പം അതിൽ തെറ്റിദ്ധരിച്ചേക്കാം. ഇത് പല തവണയായി കേൾക്കുന്ന ഒരു കാര്യമാണ്. മറ്റേ പുലി വന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണിത്. ഇതില് ഇംപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ബ്രാഞ്ച് ലെവലിൽ പോലുള്ള അവരുടെ ഒരു ബൂത്ത് ലെവലിലുള്ള ഒരു നേതാവിനെ പോലും താങ്കൾക്ക് പറയാൻ പറ്റുമോ ഒരു പ്രതി ചേർക്കപ്പെട്ട ഏതെങ്കിലും നേതാവുണ്ടോ? ഇതിൽ വിറ്റ്നസിന്റെ ഒരുപാട് വലിയ പട്ടിക ചേർത്തിട്ട് പോലീസ് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഈ കേസിലുണ്ടോ? എന്ന് വെച്ചാൽ മിഥുൻ, നമ്മൾ സ്പെസിഫിക്സിലേക്ക് പോകുന്ന കാര്യം താങ്കൾ പറഞ്ഞു, ഞാൻ പറയാണ് മിഥുൻ, ഇത് കേരള പോലീസ് അന്വേഷിച്ച ഒരു റോബറി കേസാണ്. റോബറിയെ കേരള പോലീസ് അന്വേഷിക്കാൻ കഴിയൂ. കള്ളപ്പണമായി വന്നാൽ പിന്നെ അന്വേഷിക്കേണ്ടത് ഇഡിയാണ്. ഇഡിക്കാണ് ഇതിന് കൊണ്ടുവന്ന സോഴ്സ് ഏതാണ്, ആരാണ് ഇതിന് കാർമ്മികത്വം വഹിച്ചത് പോലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അങ്ങനെ പ്രതി ചേർക്കാൻ കഴിയും. റോബറി കേസിൽ റോബറിയിൽ പങ്കെടുത്ത ആളുകളുമായി ബന്ധപ്പെട്ട കേസേ ഉള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇഡി ഇത് ഉഴപ്പുകയാണ് എന്ന കാര്യവും പത്രം വായിക്കുന്ന എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഞാൻ ചോദിക്കുന്നത്, ഈ കേസിൽ ഇതിലെ പണവും ഉള്ളതാണെന്നിരിക്കെ ഈ വിവാദങ്ങൾ, ഈ അന്തഛിദ്രങ്ങൾ, ആളുകൾ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ശരിയാണ്, ഞാൻ പറഞ്ഞത് കോർ BJPക്കാരും BJPയെ സ്നേഹിക്കുന്നവരും മോദിയെ സ്നേഹിക്കുന്നവരും ഒക്കെ ഇത് വിട്ടുകളഞ്ഞേക്കാം. അവർ BJPക്ക് വോട്ട് ചെയ്യുന്നത് വേറെ തരത്തിലുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. BJPയെ ഇങ്ങനെ വർഗീയ മീൻസ് ഒരു ഹിന്ദുത്വ മോദി ഫാൻസ് ഒന്നും അല്ലാതെ BJPക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ ഇതൊരു ഒരു ഹാർഡിലായിട്ട് വരില്ലെന്ന് ചോദിക്കാം ഞാൻ. അല്ല, ഞാൻ ആ ഒരു കൊടകര വിഷയത്തിനെ കൂടുതൽ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ചർച്ചയുടെ ടോപ്പിക് ഞാൻ ഡൈവേർട്ട് ചെയ്യുന്നില്ല. ഞാൻ അതിന്റെ ഒരു താങ്കൾ സൂചിപ്പിച്ചത് കൊണ്ട് പറയുകയാണ്. പോലീസ് അന്വേഷിച്ച റിപ്പോർട്ടിൽ ഞാൻ ചോദിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വിറ്റ്നസ് പോലും ഇല്ലാത്തൊരു റിപ്പോർട്ടാണ്. മറ്റൊന്ന്, ഇതിലെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ കാറിനകത്ത് എന്താ പറയാ കുറെ സീക്രട്ട് കമ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ നടന്നു, അതിന്റെ ബേസിലുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് താങ്കൾ വായിച്ചു നോക്കിയാൽ താങ്കൾക്ക് മനസ്സിലാവും. വളരെ എന്താ പറയുക ബേസിക് ആയിട്ടുള്ള ചില ഇൻവെസ്റ്റിഗേഷൻ, അതിൽ ധർമ്മരാജൻ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണ്. ഇപ്പം വീണ്ടും ഈ കേസ് കുത്തിപ്പൊക്കുന്നത് ഈ പറഞ്ഞ പോലെ BJPയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള സതീശൻ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഈ കുറച്ച് ആളുകൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് എന്നതിനപ്പുറത്തേക്ക് പോലീസിന്റെ ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന കാര്യങ്ങളൊന്നും തന്നെ അതിൽ പറയുന്നില്ല. അപ്പം EDയുടെ തലവേദന കൂടുതലാണ്. EDക്ക് ഇവിടെ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൽ PMLA ചാർത്താനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കണം. അത് കോടതിയും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം PIL ഫയൽ ചെയ്തപ്പം കോടതി PIL തള്ളിക്കളയുമ്പോൾ പറഞ്ഞൊരു കാര്യം, EDയോട് ചോദിച്ചല്ലോ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷന്റെ പ്രോഗ്രസ് എന്താണെന്നുള്ളത്. അപ്പം ED പറഞ്ഞ കാര്യങ്ങളിൽ കോടതി വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ED പറയുന്നതിൽ കോടതി സാറ്റിസ്ഫൈഡ് ആവുക സാധാരണമാണ്. കാരണം ED 10 കൊല്ലവും 12 കൊല്ലവും ഒക്കെ എടുത്ത ഒരുപാട് കേസുകളുണ്ട്, അതിവേഗത്തിൽ പിടിച്ച കേസുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ കണ്ട ഒരു കാര്യം മിഥുൻ, ഇതിനകത്ത് നമ്മൾ കണ്ട ഒരു കാര്യം, ED ഈ കേസെടുക്കാൻ കാണിച്ച ഒരു വൈമനസ്യമാണ്, എടുക്കാൻ താമസമാണ്. എത്രയോ കേസുകൾ ഓടി വന്ന് വീഴുന്ന ED എത്ര തവണ കോടതി ചോദിച്ചു, പലതവണ ചോദിച്ചു കോടതി. 3 തവണ, മൂന്നാം തവണയാണ് ഞങ്ങൾ എടുക്കുന്നു, ഞങ്ങൾ ഇതിന്റെ പ്രാഥമിക അന്വേഷണം നടത്തുകയാണ് എന്ന മറുപടി കൊടുത്തത്. അല്ല, പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് ECIR ഒക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ച് അവർ പറഞ്ഞപ്പോൾ കോടതി അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് PIL തള്ളിയത്. നമുക്ക് അതിലേക്ക് ഒരുപാട് പോയിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ മനസ്സിലാക്കും. ഇപ്പൊ ഇവിടെ താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യം, പാലക്കാടിന് ഈ വിഷയങ്ങളൊക്കെ എങ്ങനെ എന്താ പറയുക അഫക്ട് ചെയ്യുന്നതാണ്. ഇപ്പം അവിടെ മത്സരിക്കുന്ന കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം വളരെ സ്ട്രോങ് ആയ ഒരു കാൻഡിഡേറ്റ് ആണ്. കാരണം അദ്ദേഹം അവിടുത്തെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആയിരുന്നു. പാലക്കാട്ടെ ജനങ്ങൾക്ക് വളരെ സുപരിചിതനായ ഒരു നേതാവാണ്. BS അച്യുതാനന്ദനെ പോലുള്ള നേതാക്കൾക്കെതിരെ അദ്ദേഹം മലമ്പുഴയിൽ മത്സരിച്ചിട്ട് 2ാം സ്ഥാനത്ത് 2 തവണ വന്ന നേതാവാണ്. അപ്പം കൃഷ്ണകുമാറിന്റെ ഒരു കാലിബറിനെ
ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്യാൻ മറുഭാഗത്ത് നിൽക്കുന്ന സരിനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കോ അതിനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ അത്രയ്ക്ക് ക്രെഡിബിലിറ്റി ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പൊ അവിടെ കെട്ടിയിറക്കിയ പോലത്തെ ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഷാഫിയുടെ അത്ര ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയം പോലും ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൃഷ്ണകുമാർ എന്നൊരു ടോൾ ലീഡർ അവിടെ നിൽക്കുകയാണ്. അപ്പം കൃഷ്ണകുമാറിന് അവിടെ എന്തുകൊണ്ടും ഒരു വിന്നിംഗ് ചാൻസ് വളരെ അധികമാണ്. കൃഷ്ണകുമാറിന് ഭിന്നബിലിറ്റി കൂടുതലാണ് എല്ലാ അർത്ഥത്തിലും എന്നാണ് മിഥുൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, അഭിപ്രായപ്പെടുന്ന കാര്യം. CPM ആർഷോ നമ്മോടൊപ്പം ഉണ്ട്. ആർഷോ, ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം ശരിയാണ്, മത്സര ചിത്രം കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. 3 സ്ഥാനാർത്ഥികൾക്കും വിസിബിലിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്, അല്ലെങ്കിൽ 2 കക്ഷികൾ തമ്മിലുള്ള ഏകപക്ഷീയമായ പോരാട്ടം എന്ന നിലയ്ക്കല്ല ഇപ്പോൾ പാലക്കാടിന്റെ ചിത്രം എന്നത് വ്യക്തമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ BJP കൂടുതൽ കോൺഫിഡൻ്റ് ആവുകയാണ് ആർഷോ, എന്ന് വെച്ചാൽ CPM-ഉം LDF-ഉം UDF-ഉം അവരുടെ എതിർ വോട്ടുകളെ ഭിന്നിപ്പിച്ചെടുക്കുന്ന ഘട്ടത്തിൽ വിജയം കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. ആ ഒരു സാധ്യതയെ ലെഫ്റ്റ് ഭയപ്പെടുന്നില്ലേ? ശ്രീ നിഷാദ്, ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ നാടിനകത്തുള്ള കോൺഗ്രസും അതുപോലെ തന്നെ BJP-യും ഒരു വലിയ ശതമാനം മാധ്യമങ്ങളും സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചൊരു ചിത്രം എന്നത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാര്യമായിട്ടുള്ള പ്രസക്തി ഇല്ല എന്നുള്ളൊരു ചിത്രീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഈ ചർച്ചയിലേക്ക് എത്തുമ്പോഴേക്കും അങ്ങുൾപ്പെടെ സൂചിപ്പിക്കുന്നു കടുത്ത ത്രികോണ മത്സരത്തിലേക്ക് പാലക്കാട് എത്തിയിട്ടുണ്ട് എന്ന നിലയിലേക്ക്. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ബോധ്യപ്പെടുന്ന വസ്തുതകളാണ് ഈ ദിവസങ്ങളിലൊക്കെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. മറ്റൊന്നുമല്ല, ഈ ഉപതെരഞ്ഞെടുപ്പിനകത്ത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ BJP അപ്രസക്തരാണ്. BJPക്ക് ഈ തെരഞ്ഞെടുപ്പിനകത്തൊന്നും തന്നെ ഒരു നിലയ്ക്കുള്ള റോളുമില്ല എന്ന് വെളിവാകുന്ന നിലയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ BJPക്ക് റോൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നാടിനകത്തുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർ മാത്രമാണ്. ഒരു പറ്റം മാധ്യമങ്ങളും അതിനപ്പുറത്തേക്ക് ആരും തന്നെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് BJPയെ ഗൗനിക്കുന്നില്ല എന്നതാണ് ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്തെ ഗ്രൗണ്ട് റിയാലിറ്റി. ഇവിടെ അതിശക്തമായിട്ടുള്ള മത്സര ചിത്രത്തിലേക്ക് ഡോക്ടർ P സരിൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, എത്തുന്ന നിലയുണ്ട്. LDF-ഉം UDF-ഉം തമ്മിലുള്ള മത്സരമാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിന് കഴിയുന്നുണ്ട്. ഈ ഘട്ടം എത്തുമ്പോഴേക്കും നിങ്ങൾ അപ്രസക്തം എന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്ന് ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം എന്ന് പറയുന്നിടത്തേക്ക് ഈ ഘട്ടത്തിൽ എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ, അതായത് വലിയ ദൂരാണല്ലോ ഇപ്പോൾ ഞങ്ങൾ ഓടി ഒപ്പത്തിനൊപ്പത്തിയിട്ടുള്ളത്. അപ്പൊ ഈ സ്പീഡിൽ ഈ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായും 20-ാം തീയതി എത്തുമ്പോഴേക്ക് ഞങ്ങൾ ഒരുപാട് മുന്നിലെത്തും എന്നതാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ്. അല്ല ആർഷോ, BJP അപ്രസക്തമാണ് എന്ന നിങ്ങളുടെ ഒരു രാഷ്ട്രീയ വാചകമായി എടുക്കാം. അതിനപ്പുറം BJP അപ്രസക്തമാണ് എന്ന് പറയുന്നതിന്റെ കണക്കുകളുടെ പിൻബലം എന്താണ്? 2011 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഏറ്റവും മുന്നേറ്റം നടത്തുന്ന ഏക പാർട്ടി, വോട്ട് നഷ്ടമില്ലാതെ ഗ്രോ ചെയ്യുന്ന ഏക പാർട്ടി അവരാണ്. അവരെ സംബന്ധിച്ച് ഇപ്പോഴും ഏറ്റവും ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് മാത്രമല്ല, അവർക്ക് ഈ അവിടുത്തെ തദ്ദേശ ഭരണം അടക്കമുള്ള എല്ലാ തരത്തിലുള്ള അനുകൂലമായ, ആത്മവിശ്വാസത്തിന് അനുകൂലമായ ഘടകങ്ങളും ഉണ്ട്. കഴിഞ്ഞ തവണ അവരുണ്ടാക്കിയ വോട്ട് എത്രയാണ്, വിജയിച്ച സ്ഥാനാർത്ഥിയായിട്ടുള്ള മാർജിൻ എത്രയാണ്? ഈ യാഥാർത്ഥ്യം അവിടെ നിൽക്കെ അവരെങ്ങനെ അപ്രസക്തരാകുന്നു എന്നതുകൂടി പറഞ്ഞുകൊണ്ട് വേണമല്ലോ പോരാട്ടം നിങ്ങളും UDF-ഉം തമ്മിലാണെന്ന് പറയാൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രമേ അല്ല ഈ ഉപതെരഞ്ഞെടുപ്പിനകത്ത് എന്നുള്ളതാണ് വസ്തുത. ഇതിനകത്ത് കഴിഞ്ഞ തവണ നമുക്കറിയാം BJPക്ക് ഇന്ത്യയിൽ തന്നെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി കഴിയുന്നതിലേക്കും വെച്ച് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി, ഒരു ലോകം ആദരിക്കുന്ന ഒരു ടെക്നോക്രാറ്റ്, മെട്രോമാൻ എന്ന് ലോകമാകെ വിശേഷിപ്പിക്കുന്ന ശ്രീധരനെ പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അദ്ദേഹത്തിന് ലഭിച്ച വോട്ടൊന്നും BJPക്ക് ലഭിക്കുന്ന വോട്ടല്ലാന്നേ. BJPയോട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഈ ശ്രീധരൻ എന്ന് പറയുന്ന ലോകം ആദരിക്കുന്ന ടെക്നോക്രാറ്റിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും BJPയുടെ വോട്ടല്ല, അതൊന്നും എല്ലാ കാലഘട്ടത്തിലും BJPയുടെ പോക്കറ്റിൽ ഇരിക്കും എന്നവർ കരുതുകയും വേണ്ട. അപ്പോ അതുപോലൊരു സ്ഥാനാർത്ഥി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയത്തോട് എല്ലാ വിയോജിപ്പും നിലനിൽക്കുന്ന ഘട്ടത്തിലും ആ സ്ഥാനാർത്ഥി ഉണ്ടാക്കിയ വോട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് ചിത്രം മാറിയിട്ടുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എന്നുള്ളതാണ് വസ്തുത. അതായത് വലിയ സ്വീകാര്യത ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതിനോടൊപ്പം തന്നെ BJPക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര പ്രശ്നം ചെറുതാണോ?
വലിയൊരു ശതമാനം വരുന്ന പാലക്കാട്ടെ BJP പ്രവർത്തകർ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. സമാനമായ സ്ഥിതിയല്ലേ കോൺഗ്രസിനകത്തുള്ളത്? ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് ധാരധാരയായി പുറത്തേക്ക് ആളുകളുടെ പ്രവാഹം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അത് വരും ദിവസങ്ങളിലും തുടരും എന്നുള്ളത് ഈ രണ്ട് ക്യാമ്പുകളെ സംബന്ധിച്ചും LDFന്റെ ക്യാമ്പ്, UDFന്റെ ക്യാമ്പാണെങ്കിലും BJP തെരഞ്ഞെടുപ്പിൽ അപ്രസക്തരാണെന്നാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. ശ്രീ റിജിൽ മാക്കുറ്റി, നിങ്ങൾ LDFന്റെ കാൻഡിഡേറ്റ് ഇവിടെ ചിത്രത്തിലില്ല എന്ന് സ്ഥാപിക്കാൻ തുടക്കം മുതൽ ശ്രമിക്കുന്നു, അതിനുവേണ്ടി പരമാവധി അവഗണന എന്ന സ്ട്രാറ്റജി എടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ കൈ കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് അവഗണിക്കാനാണ്, അല്ലാതെ പേഴ്സണൽ നിങ്ങളുടെ ഗ്രഡ്ജ് വെച്ചിട്ടല്ല. പക്ഷേ നോക്കൂ, ഇന്നിപ്പോൾ അതിന് മറുപടി പറയേണ്ടി വരുന്നു. ആർക്ക്? പ്രതിപക്ഷ നേതാവിന്. അല്ലെങ്കിൽ കൈ കൊടുക്കാമായിരുന്നു, അതാണ് കുറച്ചുകൂടി നല്ല രീതി എന്ന് ശശി തരൂരിനെ പോലെയുള്ള മുതിർന്ന നേതാവ് പറയുന്നു കോൺഗ്രസിൽ നിന്ന്. ഇവിടെ ലെഫ്റ്റ് ആവട്ടെ ഹസ്തദാന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. നിങ്ങൾ അവഗണിക്കാൻ ശ്രമിക്കുന്നതോറും കൂടുതൽ വിസിബിൾ ആവുകയോ കൂടുതൽ ഉയർന്നു വരികയോ ചെയ്യുന്നുണ്ടോ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്നാണ് ഞാൻ ചോദിച്ചത്. റിജിൽ മാക്കുറ്റി, ഐ എം സോറി, താങ്കൾ പറയുന്നതിന് ഓഡിയോയ്ക്ക് ഇപ്പോഴും പ്രശ്നമുണ്ട്, അത് പരിഹരിച്ചില്ലെന്നു. ഞാൻ ഒന്ന് വേഗം വരാം. അല്ല മിഥുൻ, ഇതിനകത്ത് BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് നിരന്തരമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അതൊരു വസ്തുതയുമാണ്. എത്ര നിരാകരിച്ചാലും BJPയിൽ ആഭ്യന്തര പ്രശ്നമുണ്ട്. കൃഷ്ണകുമാറിനോട് വ്യക്തിപരമായി തന്നെ പാർട്ടിക്കകത്തുള്ള ഒരു വിഭാഗം ആളുകളുടെ വിയോജിപ്പിൻ്റെ പ്രതിനിധാനമാണ് സത്യത്തിൽ ഇവിടെ സന്ദീപ് വാര്യർ നിർവഹിക്കുന്നത് എന്നതുകൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ശരിയാണ്, അദ്ദേഹം അവിടുത്തെ ഗ്രൗണ്ടിൽ ബന്ധങ്ങളുള്ള നേതാവാണ്, കുറേയധികം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ ഇൻസൈഡ് പൊളിറ്റിക്സിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാവാതെ ഒറ്റ ഒരു വികാരത്തോടെ BJPക്കാർ മുഴുവൻ ഇറങ്ങിയിരിക്കുന്നു. ആ വികാരത്തിനൊപ്പം പാലക്കാട്ടിലൊരു ടോട്ടൽ ആംബിയൻസ് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് ഒരു അതിവർത്താനാവില്ലേ ശരിക്കും മിഥുൻ? നിഷാദ്, ഈ സമയം വരെ ഞാൻ മനസ്സിലാക്കുന്നത് സന്ദീപ് BJPക്ക് ഒപ്പം തന്നെയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റിലും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹം BJPക്കാരനാണ്, BJP മെമ്പറായി തന്നെ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ചില പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങൾ അത് BJP എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്നതൊരു അവരുടെ ഒരു ഇന്റേണൽ മാറ്ററാണ്. അതൊരു പക്ഷേ ഈ പാലക്കാട് ഇലക്ഷനെ സ്വാധീനിക്കുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം പാലക്കാട് ഇലക്ഷനെ സ്വാധീനിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം സന്ദീപ് വാര്യരുടെ വിഷയം ഒഫ്കോഴ്സ് അതൊരു പേഴ്സണൽ നേച്ചറുള്ള ഒരു വിഷയമാണ്. അതിനെ പാർട്ടി എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്നത് മറ്റൊരു രീതിയിൽ വേണം അതിനെ നോക്കിക്കാണാൻ. അത് ഈ ഇലക്ഷനെ സ്വാധീനിക്കും അല്ല ഈ ഇലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നമ്മളിപ്പം എന്താ പറയുക, ഞാനൊരു BJP വക്താവൊന്നുമില്ല, പക്ഷെ ഞാൻ ഇവിടെ നോക്കിക്കാണുന്നത് മെട്രിക്സ് മാത്രമാണ്. ഇവിടെ ശ്രീ ആർഷോ പറഞ്ഞത് ഈ ശ്രീധരൻ വോട്ട് ഷെയർ ഉയർത്തിയെന്നാണ്. ആർഷോ പിറകിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പം BJPയുടെ വോട്ട് ഷെയർ ആക്ച്വലി വർദ്ധിച്ചത് വളരെ അധികമായിരുന്നു. കാരണം ഒരു 40,000 വോട്ടുകളാണ് അവിടെ BJPക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് 2016. അന്ന് NN കൃഷ്ണദാസ് 3ാം സ്ഥാനത്തേക്കാണ് പോയത്. അത് കഴിഞ്ഞ് താങ്കൾ നോക്കുകയാണെങ്കിൽ 2021 ഈ ശ്രീധരൻ വന്നപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് അവർക്ക് ഉയർത്താൻ സാധിച്ചു. അപ്പൊ 2024 എന്ന് പറയുന്ന ഈ സമയമാകുമ്പോഴേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ടോട്ടലി അപ്രസക്തമാണ്. അവർക്കൊരു സ്ഥാനാർത്ഥി പോലും ഇല്ല. സരിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ട ഒരു ഗതികേടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ നമ്മൾ കാണുന്നത്. അവിടെ ശരിയാണ്, എന്തുകൊണ്ടും തോൽക്കുമെന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് അവിടെ തന്നെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യുവാക്കളില്ലേ, അവിടെ പാലക്കാട് എന്താ ഇവർക്ക് ഉയർത്തി കാണിക്കാൻ ഒരു നേതാവ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് സരിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും സരിൻ എന്ന് പറയുന്ന ഈ നേതാവിന് എന്ത് യോഗ്യതയുള്ളത് ഒരു എന്താ പറയാ CPMന്റെ ഈ ഒരു സ്ഥാനത്തിരുന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട്? കാരണം അദ്ദേഹം പാലക്കാട് അങ്ങനെ പ്രവർത്തിച്ച എന്തെങ്കിലും പരിചയമുള്ള ഒരാളാണോ? അവിടെ ഒരു നിറസാന്നിധ്യം കാഴ്ചവെച്ച ഒരാളാണോ? അദ്ദേഹം അത്ര വലിയ ജനസമ്മതി തെളിയിച്ച ഒരു നേതാവാണോ? അങ്ങനെയൊന്നും അല്ല. അപ്പൊ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ സരിൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സരിൻ കോൺഗ്രസിന്റെ മീഡിയ സെല്ല് മാത്രം ഹാൻഡിൽ ചെയ്തൊരു വ്യക്തിയാണ്. അതിൽ പോലും വളരെയധികം പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഒരു സരിനെ, അതായത് കോൺഗ്രസിന്റെ ഒരു ബാധ്യത CPM അവിടെ എടുത്തു വെച്ചു എന്നതിനപ്പുറത്തേക്കൊന്നും CPM അവിടെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ എന്തുകൊണ്ടും കൃഷ്ണകുമാറിന് ഒരു ഓപ്പൺ സ്പേസ് ആണ്. കാരണം അവിടെ ഒരു മത്സരമില്ല, CPMന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഇല്ല. കോൺഗ്രസിന്റെ എക്സിസ്റ്റിംഗ് വോട്ട് ഷെയർ മാത്രമേ ഇവിടെ കൃഷ്ണകുമാറിന് ഒരു ചാലഞ്ച് ആയിട്ട് നിൽക്കുന്നുള്ളൂ. അവിടെ പോലും കൃഷ്ണകുമാറിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ BJPയുടെ ഒരു വോട്ട് ഷെയർ വർധനവ്, BJPയുടെ ഒരു എക്സിസ്റ്റിംഗ് വോട്ടർ ബേസ് ഈ ശ്രീധരൻ മിഥുൻ പറയുന്നത് ശ്രീ കൃഷ്ണകുമാറിന് ഇത്തരം നെഗറ്റീവ് ഫാക്ടേഴ്സിനൊക്കെ മറികടക്കാനുള്ള വ്യക്തിപരമായ പ്രഭാവം ഉണ്ട് എന്നതുകൂടിയാണ് മിഥുൻ പറയുന്ന പോയിന്റ് ഞാൻ വിചാരിക്കുന്നു.
അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിപ്രഭാവത്തിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾ ഷാഫിക്കും കൊടുക്കണ്ടേ? ഷാഫി അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന മട്ടിൽ അദ്ദേഹം ഓരോ സ്ഥലത്തും ഈ പറയുന്ന UDF കാൻഡിഡേറ്റിന്റെ കൂടെ സഞ്ചരിക്കുകയാണ്. ഇത്തവണ നമ്മുടെ സ്ഥാനാർത്ഥി ഇദ്ദേഹമാണെന്ന് പറയാൻ ഷാഫി തന്റെ സ്വീകാര്യതയുടെ മുഴുവൻ സാധ്യതയും പ്രയോജനപ്പെടുത്തുകയാണ്. അതെന്താ വർക്കാവാത്തത്? അല്ല, തീർച്ചയായിട്ടും അത് വർക്കാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അത് BJP വേഴ്സസ് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. കാരണം കോൺഗ്രസിന് അവിടെ ഷാഫി ഉണ്ടാക്കി വെച്ച ഒരു വോട്ട് ബേസ് ഉണ്ട്, ഷാഫിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ ആ ഇൻഫ്ലുവൻസ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്രത്തോളം വരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കൃഷ്ണകുമാർ അങ്ങനെയല്ല. കൃഷ്ണകുമാർ ഒരു എക്സിസ്റ്റിംഗ് നേതാവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അച്യുതാനന്ദനെ പോലും എതിരെ മത്സരിക്കുമ്പോൾ 2ാം സ്ഥാനത്ത് വന്നയാളാണ്. അപ്പൊ അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉള്ള, മലമ്പുഴയിൽ 2 തവണ, പ്രത്യേകിച്ചും 2 തവണ വന്ന ഒരാളാണ് അദ്ദേഹം. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആയിരുന്നു. ആ സമയത്തും അദ്ദേഹം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആയിട്ട് അദ്ദേഹത്തിന് അവിടെ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു. മാത്രമല്ല, ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു പാലക്കാടിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് BJP മാത്രമാണ്. മറ്റു 2 പാർട്ടികളും ഇവിടെ സന്ദീപ് വാര്യരെന്നും കൊടകര എന്നും പറഞ്ഞു നടക്കുമ്പോൾ പാലക്കാടിന്റെ യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP ആണ്. അപ്പൊ ഈ ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന മെസ്സേജ് മീഡിയയിൽ വരുന്ന മീഡിയ മാനിപ്പുലേഷനോ അല്ലെങ്കിൽ മീഡിയ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറീസോ അല്ല. അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളാണ് അവർക്ക്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ നേരത്തെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഓഡിയോ പ്രശ്നം ഉണ്ടായത്. ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാണ്. ഉറപ്പായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ റിജിലിൻ്റെ കാര്യമാണ്. റിജിൽ നോക്കൂ, ഷാഫിയുടെ ആവർത്തിച്ചുള്ള വിജയങ്ങൾക്ക് പിന്നിൽ ഇടതുപക്ഷ മനസ്സുള്ള ആളുകളുടെ വോട്ട് കൂടി ഉണ്ടായിരുന്നു. ഇവിടെ സംഘ് പരിവാർ വിജയിക്കാൻ പാടില്ല എന്ന മതേതര ചിന്ത നിശ്ചയമായും ഷാഫിയെ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. നിങ്ങൾ നിഷേധിച്ചാലും അത് ഫാക്റ്റാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഇത്തവണ ക്രോസ് വോട്ടിൻ്റെ ആവശ്യമില്ല. ഇവിടെ നിന്നൊന്നും ഒരു വോട്ടും ഇറങ്ങിപ്പോകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയിലാണ് ലെഫ്റ്റ് അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവർ പ്ലേസ് ചെയ്യുന്നു. ആ സ്ഥാനാർത്ഥിയെ അവർ പരമാവധി വിസിബിൾ ആക്കുന്നു. ആർക്കായിരിക്കും അതിൻ്റെ റിസ്ക് എലമെന്റ്? റിജിൽ, ശ്രീ നിഷാദ്, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം പിന്നെ നിങ്ങളുടെ ഓഡിയോ വിഷയം കൊണ്ട് കട്ടായി പോയതാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നു, ഇപ്പൊ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈ കൊടുക്കൽ, ഇപ്പൊ ആശയ ദാരിദ്ര്യത്തിനപ്പുറത്തേക്ക് അതിനകത്തൊന്നും പറയാനില്ല. എന്താണ് ഇടതുപക്ഷത്തിന് ഇത്രയേറെ ആശയ ദാരിദ്ര്യം? കേരളത്തിലെ പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞ വോട്ട് കിട്ടില്ല എന്ന് അവർ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇത്തരം ഗിമ്മിക്കുകളായി അവർ ഇറങ്ങുകയാണ്. ഇതൊക്കെ പാലക്കാട് ഒരു കാരണവശാലും ഏശാൻ പോകുന്നില്ല. ശ്രീ നിഷാദെ, പാലക്കാട് അതിശക്തമായ രൂപത്തിലുള്ള മുന്നേറ്റം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് വോട്ട് ചെയ്യേണ്ടത്? ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവർ വലിയ പ്രചാരവേല നടത്തി. LDF സർക്കാരിന്റെ വികസന നേട്ടത്തിന് വോട്ട് ശൈല ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ട് മത്സരിപ്പിച്ചിട്ട് പോലും ലക്ഷത്തിനപ്പുറത്തേക്ക് പോയില്ലേ ഭൂരിപക്ഷം? അതിനകത്ത് തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയും അതോടൊപ്പം തന്നെ RSSുമായുള്ള കൂട്ടുകെട്ടും ഇത് പൂരം കലക്കിയൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവർക്കെതിരായിട്ടുണ്ട്. ഈ നാട്ടിനകത്ത് വിലക്കയറ്റം ഒരു വലിയ വിഷയമാണ്. നെല്ല് കർഷകരുടെ പ്രശ്നം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആശുപത്രികൾ മരുന്നില്ലാത്ത വലിയ വിഷയമാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളൊക്കെ പാലക്കാട് ഇപ്പോഴും വിഷയമാണ്. കൈ കൊടുക്കലൊക്കെ ഇവർക്ക് ഉണ്ടാക്കുന്ന മീഡിയ ഒരു മാനിക്കപ്പുറത്തേക്ക് അതൊന്നും എവിടെ ഏശാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് ആ കാര്യത്തിലേക്ക് വന്നത് എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഓരോ ആളുകളുടെ രാഷ്ട്രീയപരമായ നിലപാട് അത് മാറിയപ്പോൾ നമ്മുടെ മുഖാമുഖം വന്നിട്ടല്ലല്ലോ എന്റെ കൈ നീട്ടിയിട്ട് കൈതാ എന്ന് പറയും. അതൊക്കെ ഒരു ഓപ്പറേഷന്റെ ഭാഗമാണ്. അതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇനി എത്ര കൈ കൊടുത്താലും ആ കൈ കൊടുത്ത ആളൊക്കെ ഇവർക്ക് വോട്ട് ചെയ്യുമെന്നാണ് ഇവർ കരുതുന്നുണ്ടെങ്കിൽ അവർ കരുതിക്കോട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇവിടെ BJPക്ക് വേണ്ടി ആളുകൾ പറഞ്ഞ കാര്യം ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഈ കൃഷ്ണകുമാർ തന്നെയല്ലേ പാലക്കാട് മത്സരിച്ചത്? വിശ്വഗുരു ഉൾപ്പെടെ വന്നില്ലേ ഇവിടെ? എന്നിട്ട് എന്റെ ശ്രീധരൻ 3000 താഴെയാണ് ശ്രീധരന്റെ വോട്ട് കഴിഞ്ഞ തവണ ഷാഫി ജയിച്ചത്. എന്തുകൊണ്ട് അത് 9000 അപ്പുറത്തേക്ക് പോയി? പാലക്കാട് നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള പാലക്കാട് വൈസ് ചെയർമാനും പാലക്കാട് എല്ലാ അച്യുതാനന്ദനെ മത്സരിച്ച മലമ്പുഴയിൽ മത്സരിച്ച ആള് മത്സരിച്ചിട്ട് 9000 പിറകിലേക്ക് പോയത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ സകല നേതാക്കന്മാരും പാലക്കാട് വന്നിട്ടില്ലേ? എന്തുകൊണ്ടാ? അപ്പൊ ആ സ്ഥാനാർത്ഥിക്ക് ഇവിടെ വേണ്ട രീതിയിലുള്ള അംഗീകാരമില്ല എന്നുള്ളത് പാർട്ടിക്കകത്തില്ല എന്നുള്ളതാണ്. BJPക്കകത്ത് പോലും ഇല്ല എന്ന് പറയുന്നത് ഞങ്ങൾ ആരും അല്ലല്ലോ. അപ്പൊ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യം, സന്ദീപ് വാര്യർ ഇപ്പൊ BJP ആണെന്ന് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു സ്വന്തം അമ്മ മരിച്ചിട്ട് പോലും വരാൻ കൂട്ടാക്കാത്ത ഞാൻ മൂത്ത സമുദായക്കാരനായതുകൊണ്ട് എന്നെ ഭ്രഷ്ട് കൽപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ സ്ഥാനാർത്ഥി ഈ നാട്ടിലെ പാലക്കാട് ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞതല്ലോ. അപ്പൊ തീർച്ചയായും ഈ സ്ഥാനാർത്ഥി എങ്ങനെ വന്നു എന്നുള്ളതും ഈ സ്ഥാനാർത്ഥി ആരുടെ ആളാണ് എന്നുള്ളത് മാത്രമല്ല, ഈ നിയോജക മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേരാണ് ഉയർന്നു വന്നതെന്ന് പറയുന്നു. അവരുടെ ഫ്ലെക്സ് ഇവിടെ കത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരകത്തുണ്ട്. ഇന്നും BJPയുടെ പല നേതാക്കന്മാർ രാജിവെച്ച് പോകുന്ന അവസ്ഥയിലേക്ക് ഇവിടെ ഉണ്ടാകുമ്പോൾ BJPക്ക് ഒരു കാരണവശാലും ഇവിടെ
വിജയിക്കാൻ സാധിക്കില്ല എന്ന സംബന്ധിച്ച് ഒരു തർക്കമില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായ ആത്മവിശ്വാസത്തിലാണ്. ഈ നാട്ടിൽ 13 വർഷക്കാലമായി ഷാഫി പറമ്പിൽ നടത്തിയ വികസനം തന്നെയാണ്. ഈ അടുത്ത വർഷക്കാലമായി ഷാഫി എന്തുണ്ടാക്കി ചോദിക്കും. മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി. മെഡിക്കൽ കോളേജ് ഷാഫിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ആ മെഡിക്കൽ കോളേജ് വന്നത്. അതിനുശേഷം വന്ന ഗവൺമെന്റ് LDF ഗവൺമെന്റാ അവിടെ ആളുകളെ ഡോക്ടർമാരെ നിയമിക്കാത്തതും അവിടെ OP ആക്കാത്തതും ഒക്കെ ഷാഫി ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ഷാഫിയുടെ വികസനത്തിന്റെ ഭാഗമായി അദ്ദേഹം ചെയ്തുകൊണ്ട് തന്നെയാണ് മെട്രോമാൻ പോലും പരാജയപ്പെട്ടത്. ലോകത്തെ അറിയപ്പെടുന്ന ടെക്നോക്രാറ്റ് ഒരു രാഷ്ട്രീയക്കാരനായ ഷാഫി പറമ്പിന്റെ മുമ്പിൽ പരാജയപ്പെടണമെങ്കിൽ ആ ഷാഫി പറമ്പിൽ ഈ പാലക്കാട് മണ്ഡലത്തിലുണ്ടായ ജനാംഗീകാരമാണ്. ആ ജനാംഗീകാരം ഷാഫി പറമ്പിൽ മാത്രമല്ല, അത് UDF-ന്റെതാണ്. പിന്നെ UDF-ന്റെ സ്ഥാനാർത്ഥി അല്ല, ഒറ്റ നോട്ടം കൊണ്ട് കാണാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങള് മെട്രോമാൻ ശ്രീധരൻ പരാജയപ്പെട്ടു പോയത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഷാഫി പറമ്പിൽ ജയിക്കണം, മെട്രോമാൻ വിജയിക്കാൻ പാടില്ല, RSSും BJPയും വിജയിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച മതനിരപേക്ഷ മനസ്സുള്ള മനുഷ്യരുടെ ഒരു സാധാരണ പോരാട്ടമായിരുന്നെങ്കിൽ ലെഫ്റ്റിന് വോട്ട് ചെയ്യാമായിരുന്ന ആളുകളുടെ വോട്ട് കൂടി കിട്ടിയിട്ടല്ലേ ഷാഫി ജയിച്ചത്? അതോ അല്ല എന്നാണോ? ഞങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിലും വേണ്ട ഇടതുപക്ഷ മനസ്സുള്ളവരുടെ, ഇടതുപക്ഷക്കാരുടെ വോട്ട്, CPM-കാരുടെ വോട്ട്, ഈ തെരഞ്ഞെടുപ്പിലും വേണ്ട ഞങ്ങൾക്ക് CPM-മാരുടെ വോട്ട് എന്ന് പറയുമോ നിങ്ങൾ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള നമ്മുടെ വിജയരാഘവനാണല്ലോ ഇത്തവണ മത്സരിച്ചത്. എന്തുകൊണ്ടാണ് ശ്രീകണ്ഠന് 9,000 വോട്ട് വന്നത്? അത് ഏത് വോട്ടാ? LDF വോട്ട് കൊണ്ടാ 9,000 വോട്ട് കിട്ടിയത്? നിങ്ങൾ അങ്ങനെയൊന്നും കാണണ്ട. RSS സംഘപരിവാറും അവരുടെ വർഗീയ രാഷ്ട്രീയം പാലക്കാടിന്റെ മണ്ണിൽ വിജയിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ. അതിനെതിരെയുള്ള പോരാട്ടമാണ്. ഞങ്ങൾ അതിനകത്ത് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിട്ടില്ല. ഒത്തുതീർപ്പ് ഉണ്ടാക്കിയതാരാ? ഇവരുടെ LDF തന്നെ അവരുടെ സ്ഥാനാർത്ഥിയെ മാറ്റിയത്. സരിൻ എന്ന് പറയുന്ന ഈ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് ഇടയിൽ നിന്ന് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അപ്പൊ തന്നെ ഓന്തിനെ പോലെ മാറിയപ്പോൾ ഇതാ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ഇവർ വാരിപ്പുണരല്ലേ. അയാൾ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിൽ നിൽക്കുന്നു. അയാൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ. അയാൾ പറഞ്ഞ പല കാര്യങ്ങളും വൃത്തികേടിന്റെ അങ്ങേയറ്റം കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞു. സെക്സ് റാക്കറ്റിന്റെ കേന്ദ്രമാണ് അദ്ദേഹത്തിന്റെ വീടെന്ന് പറഞ്ഞ ഒരാളാണ്. അത്രയേറെ അക്കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിനകത്ത് പറഞ്ഞ് ആളുകൾ ജനങ്ങളുടെ ബുദ്ധിക്കും ജനങ്ങളുടെ അവരുടെ ചിന്താധാരക്കും വിലയിടാൻ ഈ നാട്ടിലെ ആർക്കും സാധിക്കില്ല. അവർക്ക് ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ശ്രീ നിഷാദെ. അതോടൊപ്പം തന്നെ നമുക്കറിയാലോ, ഇപ്പൊ ഈ LDF സർക്കാരിനെതിരായി വന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ താൻ പ്രമാണിത്വം, ദിവ്യയുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ദിവ്യ ഉൾപ്പെടെയുള്ള ആളുകളോട് ഇവരെടുത്ത സമീപനം, ഒരു പാവപ്പെട്ട ഒരു സഖാവായ ഒരു മനുഷ്യൻ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത ദിവ്യയെ ഏത് രൂപത്തിലാണ് ഇവർ സഹായിച്ചത്? എന്ത് ഇമ്മ്യൂണിറ്റിയാണ് ദിവ്യക്ക് കൊടുത്തത്? അങ്ങനെയൊന്നും ഇവിടെ പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടില്ലല്ലോ. അവസാനിപ്പിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല നേരത്തെ. ഒരു കാര്യം ഞാൻ പറയും, ഈ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ സഖാക്കളുടെ മനസ്സാ പാലക്കാട് സഖാക്കളുടെ മനസ്സ്. ആ കൊഴിഞ്ഞാമ്പാറയിലുള്ള അതേ വിഷയം ഇവിടെ നടക്കുന്നുണ്ട്. ഇത്തരം കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള ശക്തമായ വിയോജിപ്പ് ഇവരുടെ LDF കേന്ദ്രങ്ങൾ CPM കേന്ദ്രത്തിലുണ്ട്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന് കേട്ടോ. CPM ആർഷോ കഴിഞ്ഞ തവണത്തെ നിയമസഭാ അസംബ്ലിയിലായാലും ലോക്സഭയിലായാലും നിങ്ങൾ 25-26% മുകളിലേക്ക് പോയിട്ടില്ല. 35 മുകളിൽ കളിക്കുന്ന സ്ഥലമാണ് ജയിക്കാൻ അവിടെ എന്നറിയാമല്ലോ. നിങ്ങളുടേതാവട്ടെ നിരന്തരമായി ഡിപ്പ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ വോട്ട് ഷെയർ. നിങ്ങൾ സരിനെ പോലെ സീറ്റ് കിട്ടാത്തതിൻ്റെ കൊതിക്കറവിൽ മാത്രം ഇറങ്ങിപ്പോന്ന ഒരാൾ, പിണറായി വിജയനെതിരെ പറഞ്ഞ അശ്ലീലങ്ങൾ ഇപ്പോഴും സ്വന്തം വോളിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഒരാൾ, അയാളെ എങ്ങനെയാണ് പാലക്കാട്ടുകാർ എടുക്കുക, രാഷ്ട്രീയ മലയാളി എടുക്കുക? അയാൾ 10% വോട്ട് ഉയർത്തും എന്നൊക്കെ വിചാരിക്കുന്നത് കടന്ന കൈയല്ലേ ആർഷോ? അല്ല, ഇതിനകത്ത് ഇതിലും വലിയ കണക്കുകൾ എടുത്തുകൊണ്ട് നമ്മൾ ചർച്ച നടത്തിയ ഒരുപാട് തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഇതിനു മുൻപും കേരളം കണ്ടിട്ടുണ്ട്. സമാനമായതായിരുന്നു 2020 വട്ടിയൂർക്കാവില് തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഇതേപോലെ തന്നെ 3ാമതായിരുന്നു. അന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അപ്രസക്താണ് എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. അവരുടെ മുൻപിലൂടെയാണ് 3ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇടതുപക്ഷം വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കുന്നത്. വട്ടിയൂർക്കാവ് പിടിച്ചെടുത്തുവെന്ന് മാത്രമല്ല, 2021 വട്ടിയൂർക്കാവ് നിലനിർത്തുന്ന നിലയും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വട്ടിയൂർക്കാവിന്റെ 2ാം വേർഷനായിരിക്കും പാലക്കാട്. ആ നിലയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഒറ്റ മനസ്സായി പാലക്കാട് വട്ടിയൂർക്കാവിൽ നിങ്ങൾ അവിടുത്തെ മേയർ ബ്രോയെ അവതരിപ്പിക്കുന്നു. അതിന് തൊട്ട് മുൻപ് മേയറിനുണ്ടായിരുന്ന വലിയ ജനാംഗീകാരം എന്താണ്? അദ്ദേഹം ഇടതുപക്ഷത്ത് തന്നെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം അവിടെ മേയർ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ച് ഓൾറെഡി ഒരു സ്വീകാര്യത ഉണ്ടാക്കിയ ആളെ നിങ്ങൾ കൊണ്ടുവരുന്നു. അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു.
ഇതങ്ങനെയാണോ? നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ, സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ മാത്രം പിണങ്ങി ഇറങ്ങി വന്ന ഒരാൾ, അയാളെ നിങ്ങൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാണ്. അത് ജനങ്ങൾ അങ്ങനെ അബ്സോർബ് ചെയ്യുമെന്ന് വിചാരിക്കാൻ പാടുണ്ടോ? പോട്ടെ, അയാൾ വരുന്നു, നിങ്ങളുടെ ഒരു വലിയ തോതിലുള്ള പ്രചാരണ കോലാഹലം, അതിനിടയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ്, ഇതെല്ലാം കൂടെ കൂട്ടിയാലും 9-10% വോട്ട് ഉയർത്തി LDF അവിടെ ഒരു അട്ടിമറി വിജയം നേടുന്നത് എങ്ങനെയാണ് എന്നത് വിശദീകരിക്കണം. LDF എങ്ങനെയാണ് അട്ടിമറി വിജയം നേടുന്നത് എന്നുള്ളത് 23-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണന്റെ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും നിങ്ങളൊക്കെ കാണുമെന്നുള്ളതിനകത്ത് തർക്കമില്ല. ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, ഡോക്ടർ പി സരിൻ കോൺഗ്രസിന്റെ പാളയം വിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്തുൾപ്പെടെ നടന്നിട്ടുള്ള വളരെ വ്യക്തമായ പൊതുസമൂഹത്തിന് മുൻപിൽ കണക്ക് സഹിതം വ്യക്തമായിട്ടുള്ള BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീല്, ആ ഡീലിന്റെ തുടർച്ചയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പാലക്കാട് നിയോജക മണ്ഡലത്തെ BJPയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പദ്ധതി, ആ പദ്ധതിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർ പി സരിൻ കോൺഗ്രസിന്റെ പാളയം വിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹം കോൺഗ്രസ് ആയിരുന്ന ഘട്ടത്തിൽ ഇട്ട ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നിങ്ങളിപ്പോൾ പറയുന്നുണ്ട്. സ്വാഭാവികമായും കോൺഗ്രസ് പാളയത്തിനകത്തിരിക്കുന്ന ഉണ്ടായിരുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങളിൽ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് സ്റ്റേറ്റ്മെന്റുകൾക്കകത്തൊക്കെ സ്വാഭാവികമായും കോൺഗ്രസിനകത്തുള്ള എല്ലാ ജീർണതകളും ഉണ്ടായിരിക്കാം. ആ ജീർണതകളൊക്കെ കോൺഗ്രസിന്റെ ക്യാമ്പിൽ ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഡോക്ടർ പി സരിൻ ഇടതുപക്ഷത്തേക്ക് വന്നിട്ടുള്ളതും ഞങ്ങൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളതും. ആദ്യമായിട്ടൊന്നല്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കുന്നത്, സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നതും ആദ്യമായിട്ടല്ല. പാലക്കാട് തന്നെ ഇതിനു മുൻപും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ചരിത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ വെക്കുന്ന ഘട്ടത്തിൽ തന്നെ നിങ്ങൾ ഈ സൂചിപ്പിച്ചതുപോലെ ഇതുൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഇവിടെ ചർച്ചയാവുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ BJPയുടെ സഹയാത്രികൻ പറഞ്ഞതുപോലെ ഈ നാടിനകത്തുള്ള ഇപ്പൊ പാലക്കാട് നഗരസഭ കേന്ദ്രീകരിച്ചുള്ള വികസന പ്രശ്നങ്ങൾ ഈ നാട് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് എണ്ണി പറയാൻ വേണ്ടി കഴിയും. പാലക്കാട് നഗരസഭയ്ക്കകത്തുള്ള ഒരൊറ്റ റോഡ് പൊളിഞ്ഞതല്ലാത്ത മുനിസിപ്പൽ റോഡുണ്ടോ? ഇല്ല. ഈ നാടിന്റെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ ഹാൾ ഉൾപ്പെടെ വർഷങ്ങളെ ഇവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ പൊളിച്ചിട്ടിരിക്കുകയാണ്. പാലക്കാട് നഗരത്തിൽ എന്ത് വികസനം കഴിഞ്ഞ നാളുകളിൽ നടന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം പാലക്കാട് നഗരത്തിനകത്തുള്ള ചില BJP നേതാക്കന്മാരുടെ കീശ വല്ലാതെ വികസിച്ചു എന്നതിനപ്പുറം ഒരു വികസനവും പാലക്കാട് നടന്നിട്ടില്ല എന്നുള്ളതിന്റെ അനുഭവം ഈ നാടിന്റെ മുൻപിലേക്കുണ്ട്. അതുൾപ്പെടെ ഈ നാടിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ആ ചർച്ചയാകെ ഇപ്പൊ നിങ്ങൾ പറയണ്ടല്ലോ BJPന്റെ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. നിങ്ങൾ പാലക്കാട് വന്ന് അന്വേഷിച്ച് നോക്ക്. BJPയുടെ ഒരു ഡസണിന് മുകളിലുള്ള നഗരസഭാ കൌൺസിലർമാർ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ ഘട്ടം വരല്ല. അവര് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കുക. ഇനി കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? കോൺഗ്രസിന്റെ സ്ഥിതി പാലക്കാട് നിങ്ങളൊക്കെ ദൈനംദിനം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ലേ. ഏതെല്ലാം ഘട്ടത്തിൽ പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പേടൻ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ടിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃത്വം അടക്കം പാലക്കാട് നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരും അനുഭാവികളും അടക്കമുള്ള ആളുകൾ ഇക്കുറി സരിനാണ് ഇവിടെ ജയിക്കേണ്ടുന്നത്. ഈ പറഞ്ഞ പാലക്കാട് മണ്ഡലത്തെ BJPയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ആളുകൾ പരാജയപ്പെടണമെന്നുള്ള നിലപാട്. ശ്രീജിൽ മാക്കുറ്റി, കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ വലിയ പ്രതീക്ഷ ഇടതുപക്ഷത്തിനുണ്ട്. അതുകൊണ്ടാണ് വേറെ ആളുകൾ ഇല്ലാതിരുന്നിട്ടല്ല സരിനെ തന്നെ പിക്ക് ചെയ്ത് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. സരിൻ കൂടുതൽ ശ്രദ്ധ നേടുന്തോറും, കൂടുതൽ വിസിബിൾ ആവും തോറും കോൺഗ്രസിലെ ആ പിളർപ്പിന്റെ സാധ്യതയെ, അതൃപ്തിയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനുള്ള ചാൻസസ് കൂടി വരുന്നതാണ് CPMന്റെ കണക്കുകൂട്ടൽ. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നേരത്തെ LDFന്റെ പ്രതിനിധി ആർഷോ പറഞ്ഞത് ഞങ്ങൾ വട്ടിയൂർക്കാവിൽ ജയിച്ചിട്ടുണ്ട്, അട്ടിമറി ജയിച്ചു എന്നൊക്കെ പറയുന്നു. ചക്ക വീണൊരിക്കൽ മുതലെത്തുന്നു എന്ന് ചോദിച്ചു. എപ്പോഴും ചക്ക വീണ മുതലും ചാവൂല. ആ ധാരണയിൽ നിങ്ങൾ വരണ്ട. പാലക്കാട് വട്ടിയൂർക്കാവല്ല പാലക്കാട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ LDF സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങളെ കുറിച്ച് പറയാണ്. ഞങ്ങൾക്ക് ഈ IAS ഡോക്ടറൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് വകതിരിവുണ്ട്. ഞങ്ങളൊക്കെ അതിനിശ്ചിതമായി LDFനെയും CPMനെയും വിമർശിക്കുന്ന ആളുകളാണ്. പക്ഷെ ഒരു മുഖ്യമന്ത്രിയുടെ വീട് സെക്സ് റാക്കറ്റാന്ന് പറഞ്ഞതിൽ അഭിമാനം കൊള്ളുന്ന അയാളെ ഇങ്ങനെ വളരെ ന്യായീകരിക്കേണ്ട ഗതികേട് ഈ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി വക്താവിന് വരുമ്പോൾ സ്വാഭാവികമായി അവരുടെ ഗതികേട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അതിനകത്തൊന്നും വേറെ പറയാനില്ല. കാരണം അത്രയേറെ ഒരു സ്ഥാനാർത്ഥിയെ പോലും അവതരിപ്പിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ LDF തകർന്നിരിക്കുന്നു ഈ പാലക്കാട് എന്നുള്ളതാണ്. കൊഴിഞ്ഞാമ്പാറയിൽ നടന്ന സംഭവങ്ങൾ അത് ഇവിടെ പാലക്കാട് മേഖലകളിലുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ. ഈ തെരഞ്ഞെടുപ്പോടുകൂടി എന്താണ്
CPM-ന് വന്നുകൊണ്ടിരിക്കുന്ന അപജയമെന്ന് നമ്മൾ കാണേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. ഇപ്പൊ പറഞ്ഞു DCC പ്രസിഡന്റ്, ഞാനും അദ്ദേഹം ഇപ്പോൾ കുടുംബയോഗങ്ങളിലും അതോടെ സജീവമായി പോവാണ്. DCC പ്രസിഡന്റ് രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ ഈ കുടുംബയോഗങ്ങളിൽ വളരെ വലിയ രൂപത്തിൽ ആൾക്കൂട്ടം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ DCC പ്രസിഡന്റ് ആയാലും ഷാഫി പറമ്പിലായാലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും ജനകീയനായ MP VK ശ്രീകണ്ഠൻ അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു തരത്തിൽ ആത്മവിശ്വാസമില്ല. ഞാൻ ചോദിക്കട്ടെ റിജിൽ മാക്കുറ്റി, ഇപ്പൊ നോക്കൂ, ഇപ്പൊ സമീപകാലത്തെ വിവാദങ്ങൾ നോക്കാം. ഞാൻ പറയുന്നത് ഇപ്പൊ സന്ദീപ് വാര്യരുടെ എപ്പിസോഡ് എടുത്ത് നോക്കുക. സന്ദീപ് വാര്യർ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. ആ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ വന്നോളൂ, നിലപാട് മാറ്റിക്കൊണ്ടാണെങ്കിൽ സ്വാഗതം എന്ന് പറഞ്ഞ് CPM വളരെ വേഗത്തിൽ ഇടപെടുന്നു. ഈ ദിവസങ്ങളിലൊക്കെ പാലക്കാടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ടതാണ്. അതിന് മുമ്പായിരുന്നുവെങ്കിൽ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടത്, അതിന് മുമ്പായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടായിരുന്ന അന്തചിത്രങ്ങൾ, അവിടെ നിന്ന് പുറത്തു വന്ന ചില DCCയുടെ താല്പര്യത്തിൻ്റെ കത്ത്, ഇവ ഇങ്ങനെ അതിൻ്റെ ഒരു തുടർച്ച നോക്കിയാൽ സത്യത്തിൽ CPM അവിടെ അപ്രസക്തമാണോ? അവരവിടെ അജണ്ട ഫിക്സ് ചെയ്യുന്നതിൽ പരമാവധി വിജയിക്കുന്നില്ലേ? ഏറ്റവും അവസാനം ഇപ്പോൾ സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്യുക വഴി ചെയ്യുന്നതിലൂടെ CPM പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കളത്തിലുണ്ടാക്കുന്ന ഒരു വിസിബിലിറ്റി നിങ്ങൾ കാണാതെ പോകുന്നുണ്ടോ? അവരവിടെ എന്ത് ചർച്ച ചെയ്യപ്പെടണമെന്ന് തീരുമാനിക്കാൻ തക്കവണ്ണത്തിൽ വളരെ സ്ട്രാറ്റജിക്കായി ഇടപെടുന്നില്ലേ? അത് ചെറിയ സംഗതിയാണോ റിജിൽ? ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ ഈ പാർട്ടിക്കകത്ത് നിന്ന് പോകുന്ന, ഇപ്പൊ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് വന്ന ഒരാളെ അവർ സ്വീകരിച്ച് സ്ഥാനാർത്ഥിയാക്കി. ഇപ്പൊ സന്ദീപ് വാര്യർ ഇപ്പം BJP ആന്ന് പറയുന്നത്, അയാളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അയാളൊക്കെ വാരിപ്പൊടുന്നത് ഇവർക്കൊരു മടിയില്ലല്ലോ. KV സുധീഷ് എന്ന് പറയുന്ന SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയെ കൊല്ലാൻ പോയ കേസിനകത്തെ പ്രതിയായ അശോകനെ കൂത്തുപറമ്പിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയ പാർട്ടിയാണ് CPM. അതിന് നേതൃത്വം കൊടുത്ത എന്റെ ജില്ലാ പ്രസിഡന്റ് OK വാസുമാഷെ ഈ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കിയ പാർട്ടിയാണ് CPM. അതുകൊണ്ട് ഇന്നലകൾ ഇപ്പോഴും വർഗീയമായി നമ്മളെ നാട്ടിനകത്ത് വർഗീയത വിളിച്ചു ഒരു മടിയില്ല. അതാണ് BJP എന്ന് പറയുന്ന ആളുകൾ സ്വീകരിക്കുന്നത്. അത് അവരുടെ രാഷ്ട്രീയമാണ്. അത് ഞങ്ങൾക്ക് നോക്കേണ്ട ഒരു കാര്യമല്ല. ഇവിടെ BJP CPM തമ്മിൽ ഒരു വ്യത്യാസമില്ലല്ലോ. ഈ പാലക്കാട് പോലും ശ്രീ നിഷാദെ, ഇവിടെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം ഏത് മുന്നണിക്കകത്താ? അദ്ദേഹത്തിന്റെ പാർട്ടി ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ കൂടെയല്ലേ? ആ നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന പാർട്ടി ജനതാദളിന്റെ കൂടെയല്ലേ, പിണറായി വിജയന്റെ കൂടെയല്ലേ അദ്ദേഹം ഇവിടെ ഭരിക്കുന്നത്? മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഇപ്പോൾ ഏറ്റവും അടുത്ത കാര്യമില്ല, ഈ ചന്ദ്രശേഖരനോ CPI നേതാവിനെ ആക്രമിച്ച RSS ആക്രമിച്ച കേസിനകത്ത് അവർക്ക് രക്ഷിച്ചു കൊടുത്തത്, അദ്ദേഹത്തെ RSSകാരെ BJPക്കാരെ രക്ഷിച്ചു കൊടുത്താൽ CPM എന്ന് പറയുന്ന നിയമസഭയിൽ ഈ ചന്ദ്രശേഖരനല്ലേ? നമുക്കറിയാലോ. ഇപ്പൊ പറയുന്നു കോൺഗ്രസ് BJPയുമായി ധാരണയാണ് ഇവരൊക്കെ പറയുന്നത്. EP ജയരാജന്റെ ഭാര്യയും രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യ ഒന്നിച്ച് ബിസിനസ് പങ്കാളിത്തം ഇപ്പോൾ നടക്കുകയല്ലേ ഇവിടെ കല്യാശ്ശേരിയിൽ? വൈദേഹവും അതോടെ നിരാമയും തമ്മിൽ ഒന്നിച്ചു പോകുന്നില്ലേ? ഇവരെ ബിസിനസ് ബന്ധം നടക്കുന്നില്ലേ? അപ്പൊ പൂരം കലക്കി കൊടുത്തു എന്ന് പറയുന്നു. ഇനിയിപ്പം നമുക്ക് പേടിയെന്ന് പറയുന്നത് ഇപ്പം കൽപ്പാത്തി രഥോത്സവം നടക്കുകയാണ്. ഇവരെന്തും കൂടാതെ ആ സമയത്ത് നടത്തുമെന്നുള്ള പ്രശ്നമാണ്. കാരണം ഇവർ ജയിക്കുന്നതിന് വേണ്ടി BJP ജയിപ്പിക്കാൻ CPM എല്ലാം പണിയെടുത്തു കൊടുക്കുകയാണ്. അവിടെ പോലും ഞങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ഇവരുടെ രാഷ്ട്രീയ അജണ്ട ഉത്സവങ്ങളും അതോടൊപ്പം തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കലക്കി കൊടുത്ത് ജയിക്കാൻ BJPയും RS നിൽക്കുമ്പോൾ അതിന് തലചാരി കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിന് ഇത് ചെയ്ത് കൈവച്ചു കൊടുക്കുന്ന ആളുകളായി CPM മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണം. അതുകൊണ്ട് ഇവർ രണ്ടാളും ഇപ്പൊ ഒന്നാണോ രണ്ടാണോ എന്ന് അറിയില്ല. ഇപ്പൊ ജയിലിൽ പോകാതിരിക്കാൻ നരേന്ദ്രമോദിയെ BJP എത്രത്തോളം സഹായിക്കണമെന്നുള്ളത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി കേരളത്തിലെ BJP നേതൃത്വത്തെ കുറിച്ച് അതിലെ അണികൾക്കും അതിന്റെ അനുഭാവികൾക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് അതിൽ KJP ആണ് എന്നതാണ്. കാരണം കേരളത്തിലെ BJPയുടെ ദേശീയ നേതൃത്വത്തിന്റെ നയവും പരിപാടിയും ആവേശവും ഒന്നും ഇവിടുത്തെ പാർട്ടിക്കില്ല. ഇവിടുത്തെ ലീഡർഷിപ്പ് കുറേ കച്ചവടക്കാരാണെന്ന വിമർശനം അതിനകത്ത് തന്നെ ഉള്ളതാണ്, നിഷേധിച്ചാലും ഇല്ലെങ്കിലും. ഈ KJP വിമർശനത്തെ കൂടുതൽ ബലവത്താക്കുന്നില്ലേ സന്ദീപ് വാര്യർ ഉന്നയിക്കുന്ന പ്രശ്നം? സന്ദീപ് വാര്യരുടെ പിന്തുണച്ചുകൊണ്ട് വരുന്ന ഫേസ്ബുക്ക് കുറിപ്പുകളൊക്കെ നോക്കിയാലും KJP വിളി കാണാം. KJP എന്ന വിളി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ഉച്ചത്തിൽ അതിനകത്തു നിന്ന് തന്നെ ഉയർന്നു വരുന്നത് ഗുണമാകുമെന്നാണോ മിഥുന് തോന്നുന്നത്? തീർച്ചയായും അതിനെ ഒരു ക്രിട്ടിക്കലായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം കേരളത്തിന്റെ ലീഡർഷിപ്പാണ് ഇഷ്യൂ എങ്കിൽ ഇത്രയും കാലമായിട്ട് സുരേന്ദ്രനെ കേന്ദ്രം മാറ്റുന്നില്ല. അപ്പൊ ഒന്നുകിൽ കേന്ദ്രം സുരേന്ദ്രന്റെ ലീഡർഷിപ്പിൽ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ കേരള BJPയിലെ സുരേന്ദ്രന് താഴെയുള്ള നേതാക്കൾ അത് കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ്. അതിലേതോ ഒന്ന് വർക്ക്ഔട്ട് ആവുന്നുണ്ട് സുരേന്ദ്രന്റെ ഫേവറിൽ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇവിടെ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ തന്നെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹത്തോട് എനിക്കൊരു BJP വക്താവെന്ന നിലയിലല്ല, പക്ഷെ ഞാൻ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നോക്കി കാണുന്ന ഒരു രീതിയിൽ പറയുകയാണ്. ഇവിടെ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ശ്രീധരനെ അവതരിപ്പിച്ചു,
വിശ്വഗുരു നേരിട്ട് വന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പോലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വിസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്ന് CPM-ന്റെ വോട്ട് മൊത്തം പോയത് കോൺഗ്രസിനാണ്. അന്ന് CPM ഓപ്പൺ ക്യാമ്പയിൻ ആയിരുന്നു BJP-ക്കെതിരെ. ഇന്ന് ആ സാഹചര്യമല്ല. ഇന്ന് CPM-ന്റെ എന്റെ പോയിന്റ് അതല്ല. അല്ലല്ല VK ശ്രീകണ്ഠനെതിരെ അല്ല നിങ്ങൾക്ക് തെറ്റി. അല്ലല്ല എന്റെ ഞാൻ പറഞ്ഞത് അറിയോ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ നരേന്ദ്രമോദി അമിത്ഷാ ഉൾപ്പെടെ വന്നിട്ടും 90,000-ലേക്കാണ് ഭൂരിപക്ഷം ശ്രീകണ്ഠൻ നിലനിർത്തിയെന്നാണ് പറയുന്നത്. മെട്രോമാന്റെ വിട്. ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വന്നില്ലേ, അമിത്ഷാ വന്നില്ലേ, സർവ്വ നേതാക്കന്മാർ വന്നില്ലേ പാലക്കാട്, എന്നിട്ട് എന്താ 9,000-ലേക്ക് ശ്രീകണ്ഠൻ ഭൂരിപക്ഷം ഉയർത്തിയില്ലേ? അതാ എന്റെ ചോദ്യം. ആ കൃഷ്ണകുമാറിലെ ഇപ്പൊ മത്സരിക്കുന്നത്, വേറെ കൃഷ്ണകുമാർ ഒന്നുമല്ലല്ലോ. അല്ല രണ്ട് വോട്ടിംഗ് പാറ്റേൺ ആവാം എന്ന ന്യായം ഉണ്ടാവും. ഞാൻ പറഞ്ഞു പോലെ അതാണ്. അതിലൊരു പ്രശ്നം എന്താ അറിയോ, ഈ തവണ CPM കൃഷ്ണകുമാർ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ഈ പറയുന്ന പല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരിണിതപ്രജ്ഞനായ ആളെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അല്ല അതെ, തീർച്ചയായിട്ടും അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായിരുന്ന മണ്ഡലല്ലേ ഇത്? മുനിസിപ്പൽ ചെയർമാനായി മത്സരിച്ച മണ്ഡലല്ലേ പാലക്കാട്? തീർച്ചയായും അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായി മത്സരിച്ച മണ്ഡലം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രോസ് നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ പോസിറ്റീവ്സ് നോക്കുകയാണെങ്കിൽ അതൊരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ചില മണ്ടത്തരങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവിടെ CPM ഒരു ഇലക്ഷൻ ഇന്റലിജൻസ് ഫെയിലിയർ എന്ന തരത്തിൽ പ്രവർത്തിക്കുകയാണ്. കാരണം അവിടെ സരിൻ എന്നൊരു നേതാവിനെ ഇറക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് ആർക്കാ ഫേവർ ചെയ്യുക? അത് BJP-ക്ക് തന്നെയാണ് ഫേവർ ചെയ്യാൻ പോകുന്നത്. അതിൽ എന്തേ സംശയം ഉണ്ടായിരിക്കെങ്കിലും ഇവിടെ. അപ്പം അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ താങ്കൾ ഇവിടെ സന്ദീപ് വാര്യരുടെ കാര്യം ഒരു വോട്ട് പോലും ഇഷ്യൂ ആയിട്ട് കാണാം. അതൊരു ഇന്റേണൽ ഇഷ്യൂ ആയിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ അല്ലേ ഷമാ മുഹമ്മദ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഷമാ മുഹമ്മദ് വന്ന് പറയല്ലോ, അതേപോലെ ഉള്ളൊരു വക്താവല്ലേ ഷമാ മുഹമ്മദ് വന്ന് പറയുന്നുണ്ടല്ലോ. സന്ദീപ് വാര്യർ എന്തായാലും പാർട്ടി വിട്ട് പോയിട്ടില്ല, ഷമാ മുഹമ്മദും അതേപോലെ പാർട്ടി വിട്ട് പോയിട്ടില്ല. ഷമാ മുഹമ്മദ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, കോൺഗ്രസിനകത്ത് അവർക്ക് മത്സരിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല, കോൺഗ്രസ് സ്ത്രീകൾ ഒരിക്കലും ഫേവർ ചെയ്യുന്നില്ല, വീട്ടിൽ കോൺഗ്രസ്സുകാർ പോയില്ലെന്ന് പറഞ്ഞിട്ടല്ലോ ശ്രീ. അല്ലല്ല, ഷമാ മുഹമ്മദിന്റെ വീട്ടിൽ ആരും പോയില്ലാന്നോ, ഷമാ മുഹമ്മദ് കോൺഗ്രസിനകത്ത് പരിഗണന കിട്ടില്ല, അവർക്ക് സീറ്റ് കിട്ടിയില്ല, പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ പ്രയാസപ്പെട്ടു. അവരിപ്പോ പാർട്ടിയാണ്. പക്ഷെ ഇതല്ല സന്ദീപ് വാര്യർ പറഞ്ഞതാ, പാലക്കാട് ഏറ്റവും പ്രബലമായ സമുദായമാണ് മൂത്ത സമുദായം. ആ മൂത്ത സമുദായക്കാരനായതുകൊണ്ട് എന്നെ വേദിയിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നാ. മൂത്ത സമുദായക്കാരനായ എന്റെ വേദിയിൽ നിന്ന് ഇറക്കി വിട്ടു. എന്റെ അമ്മ മരിച്ചപ്പോൾ കൊണ്ട് വന്നിട്ടില്ല. BJP-യുടെ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡ് കൂടിയാണ് സമുദായം എന്ന പ്രത്യേകത കൂടിയുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ സമുദായക്കാരനായ സന്ദീപ് വാര്യരെ തെരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് ഇറക്കി വിട്ടു. ഞങ്ങൾ സന്ദീപ് വാര്യർ പറഞ്ഞ മൂത്ത സമുദായക്കാരനായതുകൊണ്ട് എന്നെ ഇറക്കി വിട്ടു. എന്റെ അമ്മ മൂത്ത സമുദായക്കാരി ആയതുകൊണ്ട് വന്നില്ല എന്നുള്ള കൃഷ്ണകുമാറിന്റെ ജാതിബോധത്തെയാണ് ആര് അഡ്രസ് ചെയ്തത്? സന്ദീപ് വാര്യർ അഡ്രസ് ചെയ്തത്. അത്തരം ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിൽ BJP-ക്കെതിരായി പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്ന കാര്യം. അത്രയേറെ ജാതിബോധം മനസ്സിൽ കൊണ്ടുപോകുന്ന ആളാണ് നിങ്ങൾ സ്ഥാനാർത്ഥി. ആ ജാതിബോധം കൊണ്ടു നടക്കുന്ന ആളാണ് നിങ്ങൾ സ്ഥാനാർത്ഥി. ശരി, അത് പറഞ്ഞല്ലോ, റിജിൽ പറഞ്ഞല്ലോ. മിഥുൻ പൂർത്തിയാക്കൂ. ഒരു 30 സെക്കൻഡ് കൂടെ തരണം. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, റിജിൽ ഇതിനിടയിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നാൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുക. സന്ദീപിനെ വേദിയിലേക്ക് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞു. അതേ വേദിയിൽ താഴെ ഇരിക്കുന്നത് BJP-യുടെ ഉന്നതന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കളാണ്. അപ്പം അവർക്കാർക്കും ഇല്ലാത്ത ഇഷ്യൂ സന്ദീപിനൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരിക്കലും അവരുടെ ഒരു എക്സ്റ്റേണൽ മാറ്ററായി മാറാൻ പോകുന്നില്ല. അത് ഇന്റേണലി അവർ ഡിസ്കസ് ചെയ്ത് പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ പാർട്ടി വിട്ടു പോകുന്നവരെ, എനിക്ക് ആർഷോട് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ പാർട്ടി വിട്ടു പോകുന്നവരെ ഇന്നോവ അയച്ചൊന്നും BJP ഒതുക്കാൻ നോക്കിയിട്ടില്ല. എന്തായാലും അവിടെ BJP-യുടെ വക്താവിന് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട്, മീഡിയ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ മറ്റേ അബ്ദുൾ ഷുക്കൂർ, പാലക്കാട് അബ്ദുൾ ഷുക്കൂർ, ഏരിയ കമ്മിറ്റി മെമ്പറായ അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിടുന്നു എന്ന് പറഞ്ഞപ്പം അവിടെ തലങ്ങും നിൽക്കുകയാണ് ശ്രീ കൃഷ്ണദാസ്, അദ്ദേഹം എന്താ പറയുക, NN കൃഷ്ണദാസ്. അദ്ദേഹം മീഡിയക്കാരെ ഇന്ററാക്ട് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. ഷുക്കൂറിന് വേണ്ടി ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് മീഡിയക്കാരോട് ചൂടാവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെ പാർട്ടി വിട്ടു പോകുന്നവരുടെ കാര്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളല്ല നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇവിടെ പാലക്കാട് ജനങ്ങളുടെ പ്രശ്നം നമ്മൾ എന്തുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നില്ല? നെൽകൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞ നെല്ല് അത് എടുക്കാൻ പോലും ഉള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. നെൽകൃഷി ചെയ്യുന്ന ആളുകൾ വളരെ ബുദ്ധിമുട്ടിലാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുമ്പം കേരളം ഇവിടെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കിട്ടേണ്ട ഒരു തുക കേരളം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടാൻ പോവുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം. ഇവിടെ ലോക്കൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യണം, രാഷ്ട്രീയ വിവാദങ്ങൾ മാത്രം പോരാനാണ്. ഈ സന്ദീപ് വാര്യരുടെ കാര്യം എടുത്താൽ, സന്ദീപ് വാര്യരെ പോലെ ഒരു എക്സ്ട്രീമിസ്റ്റ് BJP-കാരനെ സമീപകാലത്ത് നമ്മൾ വളരെ ചുരുക്കമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരാളെ സ്വാഗതം ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്, അയാൾ മാറ്റി വരുന്നെങ്കിൽ വരട്ടെ നോക്കാം എന്ന് പറയുന്നത് എന്തുമാത്രം ഒരാൾക്ക് മാറാൻ പറ്റും?
ഒരു ഹാർഡ് കോർ RSകാരന് ഒരു ദിവസം കൊണ്ട് എങ്ങനെ മാറാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അപ്പോൾ അയാളെ സ്വീകരിക്കാമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിലാക്കി BJPക്കകത്ത് ഒരു ഇളക്കം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആക്കാമെന്നുള്ള ഒരു അടവ് രാഷ്ട്രീയ നയമാണോ, അതോ അതിനപ്പുറത്ത് വന്നാൽ സ്വീകരിക്കാൻ നിങ്ങൾ കോമ്രേഡ്സ് എല്ലാം റെഡിയായിരിക്കുകയാണോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം, ഞങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം നിരന്തരം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ രാഷ്ട്രീയം ജനങ്ങളോട് ആത്മാഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഞങ്ങൾ ഈ രാഷ്ട്രീയം സംവദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ആത്യന്തികമായിട്ടുള്ള ഇത് ശരിയുടെ രാഷ്ട്രീയമാണെന്നുള്ള ബോധ്യവും ആ രാഷ്ട്രീയത്തിലേക്ക് ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യനും കടന്നു വരണം എന്ന ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഏതൊരു മനുഷ്യനും ഇന്നലെ വരെ അത് മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇന്നലെ വരെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സഞ്ചാരപാത തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ട് അതിനെ തിരുത്തി ഇന്നലെ വരെ സ്വീകരിച്ചിരുന്ന തെറ്റായ ആശയങ്ങളോട് വിട പറഞ്ഞ് ശരിയുടെ പക്ഷത്തേക്ക് വരുന്നതിനെ ഞങ്ങൾ സ്വാഭാവികമായും സ്വാഗതം ചെയ്യും. അതിനകത്ത് തർക്കല്ല. അങ്ങനെ ശരിയുടെ പക്ഷത്തേക്ക് അവസാനത്തെ മനുഷ്യനും വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ശരി വിജയിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ അതിനകത്ത് എന്താ പറയാ, ഇന്നലെ വരെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്ന രാഷ്ട്രീയം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് എന്തായാലും ഇടതുപക്ഷത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ സാധ്യമല്ല. ആ നിലയ്ക്ക് കടന്നു വരാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കുകയുമില്ല. പക്ഷെ ആ തെറ്റുകളെ തിരുത്താൻ വേണ്ടി തയ്യാറല്ല. ഒരു മനുഷ്യൻ നവീകരിക്കപ്പെടാൻ വേണ്ടി അല്ല ആർഷോ, അദ്ദേഹം ഇതുവരെ തെറ്റ് തിരുത്തിയിട്ടില്ല. നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള തെറ്റ് അദ്ദേഹം തിരുത്തിയിട്ടില്ല, പാർട്ടി വിട്ടിട്ടുമില്ല. ആർഷോ പക്ഷെ അദ്ദേഹം ഒരു നല്ലവനാണ് എന്ന മട്ടിൽ ബാലൻ സഖാവ് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെയൊക്കെ പാടുണ്ടോ? ഇതിനകത്ത് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന റിജില് ഒരു നല്ല മനുഷ്യനാണെന്നുള്ളത് തന്നെ എന്റെ അഭിപ്രായം. എനിക്ക് പരിചയമുള്ള ഒരാളാണ് റിജില് നല്ല മനുഷ്യനാണ് എന്നുള്ളതാണ് അഭിപ്രായം. അതിന്റെ അർത്ഥം റിജില് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം നല്ല രാഷ്ട്രീയമാണെന്ന് എനിക്ക് അഭിപ്രായം അല്ലല്ലോ. നിരന്തരമായി സമൂഹത്തിൽ വിഭജന രാഷ്ട്രീയം പാറ്റുന്ന ഒരാളെ അയാൾ പേഴ്സണലി നല്ലയാൾ, രാഷ്ട്രീയമായി മോശം ആൾ, രാഷ്ട്രീയല്ലേ? അത് ആശയപരം തന്നെയാണ്. അതങ്ങനെ സന്ദീപ് ബാലൻ വ്യക്തിപരമായി നല്ലതാണ് എന്ന് ആർഷോയ്ക്ക് അഭിപ്രായമുണ്ടോ? അല്ല, അതിനകത്ത് ആ മുന്നോട്ട് വെക്കുന്ന ആ രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ആ രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് ആ രാഷ്ട്രീയത്തിന്റെ എന്താ പറയാ വക്താവിന്റെ ഗോൾവാൾക്കറുടെ ഒക്കെ മുന്നിൽ പോയി നമസ്കരിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന VD സതീശനൊക്കെയാണ്. ആ രാഷ്ട്രീയത്തെ ഒന്നും ഒരിക്കലും ശരിയുടെ രാഷ്ട്രീയമാണെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ശരിയുടെ അല്ലല്ലോ. ലാൽകൃഷ്ണ അഡ്വാനിയെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് യോഗം നടത്തിയ ലാൽകൃഷ്ണ അഡ്വാനി വന്നിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പോയതാ. മറന്നുപോകരുത്. റിജില് പ്രകോപിതനാവല്ലേ? റിജിലിന്റെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പില് കത്ത് കൊടുത്തതാണ് പിന്തുണക്ക് വേണ്ടി. മാന്യമായിട്ട് ചർച്ചയിൽ ഇടപെട്. അവതാരകൻ അതിനകത്ത് ഇടപെടാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ ഇടപെട്. ഇങ്ങനെ പ്രകോപിതനാവണ്ട സാറേ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഇപ്പോഴും ഹാർഡ് കോർ BJPക്കാരനും ഹാർഡ് കോർ RSSകാരനുമാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഇറങ്ങി വരും മുൻപേ അയാളെ സർട്ടിഫൈ ചെയ്യുന്നത് ലെഫ്റ്റിന് നല്ല കാര്യമാണോ? നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്സ് അവിടെ കിടക്കും എല്ലാ കാലവും. അദ്ദേഹം ഇനിയും തീവ്ര നിലപാടുകൾ പ്രഖ്യാപിക്കും, ഇനിയും വിഭജന രാഷ്ട്രീയം സംസാരിക്കും. AK ബാലന്റെ സ്റ്റേറ്റ്മെന്റ് അവിടെ കിടക്കും. അപ്പോൾ റിജിൽ മാക്കുറ്റി അത് ഓർമ്മപ്പെടുത്തും. കണ്ടോ, ഈ വിഭജന രാഷ്ട്രീയം പറഞ്ഞ നല്ലയാളാണ് എന്ന് AK ബാലനെ പോലെ മുതിർന്ന CPM പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. രാഷ്ട്രീയമല്ല, വ്യക്തിപരമായും അദ്ദേഹം എടുക്കുന്ന പൊസിഷൻ തെറ്റാണ്. വ്യക്തിപരമായും അയാൾ എടുക്കുന്ന പൊസിഷൻ തെറ്റാണ്. വ്യക്തിപരമായും അദ്ദേഹം എടുക്കുന്ന പൊസിഷൻ തെറ്റാണ്. ഒറ്റക്കാര്യം അല്ല നിഷാദ് റാവുത്തർ ഒറ്റ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയാം. നിഷാദ് റാവുത്തർ ഒറ്റ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയാം. ഈ പറഞ്ഞ നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയമാണോ? വെറുപ്പിന്റെ വിഭജനത്തിന്റെ രാഷ്ട്രീയല്ലേ? ആ രാഷ്ട്രീയത്തെ പോയി നരേന്ദ്രമോദിയെ പോയി രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിക്കുമ്പോ ആ രാഷ്ട്രീയത്തെയാണോ കെട്ടിപ്പിടിച്ചത്? ആണോ? ആ ചിത്രം നമ്മളൊക്കെ കണ്ട ചിത്രമല്ലേ, കണ്ട ദൃശ്യങ്ങളല്ലേ? അതിന്റെ അർത്ഥം എന്താ? നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണോ? അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നരേന്ദ്രമോദി നല്ലയാളാണെന്ന അഭിപ്രായം നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോട് നരേന്ദ്രമോദി വ്യക്തിപരമായി നല്ലയാളാണെന്ന അഭിപ്രായമുള്ള ആളാണോ? നരേന്ദ്രമോദി വ്യക്തിപരമായി നല്ലയാളാണ്. രാഹുൽ ഗാന്ധിയുടെ കെട്ടിപ്പിടുത്തം എന്തിനാണ്? രാഹുൽ ഗാന്ധിയുടെ കെട്ടിപ്പിടുത്തം എന്തിനാണ്? രാഹുൽ ഗാന്ധി സ്വന്തം പൊളിറ്റിക്സ്
ഞാൻ നിങ്ങളോട് ഞങ്ങൾ ഈ നാടിനകത്ത് RSSന്റെ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്ത് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ തെരുവിൽ നിന്ന് RSSനെതിരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങൾ RSSന്റെ അഭിപ്രായമാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളല്ല. രാഹുൽ ഗാന്ധി മോദിയെ കെട്ടിപ്പിടിക്കാതെ രാഹുൽ ഗാന്ധി പോലും സ്വന്തം മകളെയും കാര്യാലയത്തിലേക്ക് മുമ്പോട്ട് പോകുന്ന ആളാണ് പിണറായി വിജയൻ. ഈ പാലക്കാട് പോലും മത്സരിക്കുമ്പോൾ പാലക്കാട്ടെ മത്സരം കൂടുതൽ പോകുകയാണ്. എന്തൊക്കെ പുതിയ ഘടകങ്ങൾ മത്സര ഗതിയെ നിർണ്ണയിക്കുമെന്ന് നോക്കാം. ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ആർഷോ. ഒപ്പം തന്നെ മിഥുൻ, റിജിലി ചർച്ചയിൽ പങ്കെടുത്തു.